മഞ്ജു വാര്യറിന് സെലിബ്രിറ്റി ആകാമെങ്കിൽ സാധാരണ ഒരു എൻ്റെ ഭാര്യയ്ക്ക് സെലിബ്രിറ്റി ആവണമെന്നൊന്നും പറയുന്നില്ല ഞാൻ. പക്ഷെ അവൾക്ക് അവളുടേതായ കാര്യങ്ങൾ മാറ്റി വെക്കാനുള്ള സമയം കണ്ടെത്തിക്കൂടെ? ഈ ഒരു ഫേക്ക് ഫേസും ഒരു റിയൽ ഫേസും തമ്മിലുള്ള ഒരു സ്ട്രഗിൾ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇസ് ദിസ് ആൻ ഇമോഷണൽ ട്രാപ്പ്? ഈ ചെറിയ പ്രശ്നം വലിയ പ്രശ്നങ്ങളിലേക്കാക്കി മാറും. നമ്മുടെ വീട്ടിൽ ഇപ്പം എനിക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ആദ്യം സംസാരിക്കേണ്ടത് എൻ്റെ ഭർത്താവിനോടാണ്. അവർക്ക് വീട്ടിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാഴികയാണ് അവരൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലോട്ട് പോകുന്നത്. അത് ഈ സാഹചര്യക്കുറവും ഇതുമായിട്ട് എന്താണ് ബന്ധം? എല്ലാ ആണുങ്ങളുടെയും പ്രശ്നം എന്താണ്? ഭാര്യയുടെ അടുത്ത് നിൽക്കണോ അമ്മയുടെ അടുത്ത് നിൽക്കണോ എന്നുള്ള കൺഫ്യൂഷൻ. അവർക്കും ശരിക്കും പറഞ്ഞ ഒരു സ്ട്രഗിളാണ്. ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്ത് നിന്നാൽ അമ്മയ്ക്ക് വിഷമാവും, അമ്മ പിണങ്ങും. അമ്മയുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഭാര്യയെ പിണങ്ങും. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളൊരു തേർഡ് പേഴ്സണെ കാണുക അത്യാവശ്യമാണ്. അവളെ പറയാം, എനിക്കാണെങ്കിലോ പുള്ളിയുടെ ഫോണൊന്നും എടുത്ത് നോക്കിയില്ല, എനിക്ക് പറ്റുന്നില്ല, എനിക്കറിയാം അതിലൊന്നുമില്ലെന്ന്. നമ്മൾ പ്രേമിച്ച് നടക്കുമ്പോൾ, അതായത് ഒരു 10 കൊല്ലം നമ്മൾ ചക്കര തേനെ ചക്ക ഈച്ചയും പോലാണ് നമ്മൾ കമിതാക്കൾ നടക്കുന്നത്. അവര് ഒന്നിങ്ങോട്ട് പറയാൻ വായിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എന്താ മോനെ എന്താ മോളെ എന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മോളെ ചക്കര ഗിഫ്റ്റ് എക്സ്ചേഞ്ച് അവര് കണ്ണടയ്ക്കുമ്പം അവർ മനസ്സിലാക്കുന്നു ഇതെല്ലാം നടക്കുന്നുണ്ട്. ഒരു സെനാരിയോ. അപ്പൊ ചിലപ്പോൾ 10 വർഷം നീണ്ട പ്രേമങ്ങളുണ്ട്, 2 വർഷം നീണ്ട പ്രേമങ്ങളുണ്ട്. അപ്പൊ ഇതിൽ അവരൊന്നും മിണ്ടാൻ പോലും സമ്മതിക്കാതെ അവരിങ്ങനെ താമ്പാളത്തിലാണ് കൊണ്ട് നടക്കുന്നത്. ഇതേ ആൾക്കാർ തന്നെ കല്യാണം കഴിച്ചു എന്ന് വിചാരിക്കും. കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നിടം വരെയും ഇതൊരു പരിധി വരെ മുന്നോട്ട് പോകും. അത് കഴിയുന്ന ഉടനെ ആണ് റിയാലിറ്റി തുടങ്ങുന്നത്, ശരിക്കുള്ള ചെണ്ടമേളം തുടങ്ങുന്നത് അപ്പോഴാണ്. അപ്പം അതിനകത്ത് കുഞ്ഞുങ്ങൾ വരുന്നു, നോക്കാൻ സമയമില്ല, ഭർത്താവിനെ നോക്കിക്കൊണ്ടിരുന്നു, ഭർത്താവിൻ്റെ തലയിൽ എണ്ണയിട്ട് കൊടുക്കാൻ സമയം ഉണ്ടായിരുന്നു മുന്നേ, ഇപ്പം സമയമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ വരുന്നതിന് അവരുടെ പുറകെ നടക്കുന്നു. ഇത് എങ്ങനെയാണ് ടാഗ്? പല കുടുംബങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇച്ചായ അല്ലെങ്കിൽ ചേട്ടാ കല്യാണത്തിന് മുമ്പ് എനിക്ക് അയച്ച വോയിസ് മെസ്സേജ് എന്തൊക്കെയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും, പുരുഷനും സ്ത്രീയും പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ കല്യാണം കഴിഞ്ഞ് ഒന്ന് അടുത്തിരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് അവനവൻ്റെതായിട്ടുള്ള സൊറ പറഞ്ഞിരിക്കാനോ ഒരു നേരം കിട്ടുന്നില്ല. കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കി ബിസിയാണ്. ഇത് പലപ്പോഴും ഒരു ഡിവോഴ്സ് ഇതിലോട്ട് പോയ ഒരു അനുഭവം വന്നിട്ടുണ്ടോ? എല്ലാം ഒന്നും, അല്ലെങ്കിൽ അതിനെ എങ്ങനെ ഹെൽത്തി ആയിട്ട് എല്ലാം ഒന്നും ഡിവോഴ്സിലേക്കൊന്നും എത്തത്തില്ല. നമ്മളെ ഒരു ദിവസം ഒന്ന് ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിച്ചെന്ന് കരുതി നമ്മൾ നേരെ ഡിവോഴ്സിലേക്ക് പോവും? ഒരിക്കലും ഇല്ല. ഇതൊരു ഇമോഷണൽ ട്രാപ്പ് ആണോ എന്നാണ് ഞാൻ. ഇമോഷണൽ ട്രാപ്പ് എന്നതിനേക്കാളുപരി അതൊരു റെസ്പോൺസിബിലിറ്റിയും എൻജോയ്മെന്റ് തമ്മിലുള്ള ഒരു സ്ട്രഗിളാണ്. അതായത് കല്യാണം കഴിക്കുന്നതിന് മുന്നേ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല, നമുക്ക് ഫുൾ ടൈം അവൈലബിൾ ആണ്, രണ്ടുപേരും രണ്ടിടത്താണ്. അതായത് അവളുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ അവളുടെ അപ്പനും അമ്മയും സഹോദരങ്ങളും എല്ലാം ഉണ്ടാവും. ഒന്ന് ഇന്ററപ്റ്റ് ചെയ്യുന്നത്, ഇതിനകത്ത് ഇമോഷണൽ ട്രാപ്പ് ആണോ എന്ന് ഞാൻ ചോദിക്കാൻ വേറൊരു കാര്യങ്ങളുണ്ട്. അതായത് അതും കൂടെ ചേർത്തിട്ട് അജിന് ഉത്തരം പറയണം. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആരും പ്രേമിച്ചുകൊണ്ട് നടക്കുമ്പോൾ നമ്മളുടെ റിയൽ ഫേസ് മുന്നേ കാണിക്കുന്നില്ല, ഒരിക്കലും മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തിയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നേ നടക്കുന്നത്. പക്ഷെ കല്യാണം കഴിയുമ്പോഴാണ് നമ്മുടെ താനി സ്വഭാവം പുറത്തു വരുന്നത്, അല്ലെ? റിയൽ കളർ നമ്മുടെ പുറത്ത് വരും. അതായത് അപ്പം അത് റിയാലിറ്റിയിൽ വന്നു കുറെ ഒരുമിച്ച് സഞ്ചരിക്കുകയാണ്. മറ്റേന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയം കണ്ടാൽ മതി, ബാക്കിയുള്ള സമയം ഫോണിൽ മാനേജ് ചെയ്താൽ മതി. ഒരുതരം ഒരു സ്ട്രാറ്റജി. അപ്പൊ ഈ ഒരു ഫേക്ക് ഫേസും ഒരു റിയൽ ഫേസും തമ്മിലുള്ള ഒരു സ്ട്രഗിൾ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇസ് ദിസ് ആൻ ഇമോഷണൽ ട്രാപ്പ് എന്ന് ചോദിക്കാൻ കാര്യം. നീതു, അതില് ഫേക്ക് ഫേസ് റിയൽ ഫേസ് എന്നൊന്നില്ല. നമ്മളിപ്പം സംസാരിച്ചുകൊണ്ടിരിക്കും, അന്നേരം നമ്മൾ ആ ഒരു സീരിയസ്നെസ്സിൽ നമ്മൾ സംസാരിക്കുന്നു. നമ്മളൊരു ബ്രേക്ക് ടൈം ആകുമ്പോൾ നമ്മൾ ഇതേപോലെ സീരിയസ്നെസ്സോടുകൂടിയാണോ സംസാരിക്കുന്നത്? അല്ല. അപ്പം ആ ഒരു സീരിയസ് ആകേണ്ട സമയത്ത് സീരിയസ് ആകാനും നമ്മൾ അല്ലാത്ത സമയത്ത് അല്ലാതെ എൻജോയ് ചെയ്ത് നടക്കാനും നമുക്കറിയാൻ പറ്റും. അതിനെ നമുക്ക് റിയൽ ഫേസ് എന്നും ഫേക്ക് ഫേസ് എന്നും നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റില്ല. നമ്മൾ പ്രേമിച്ച് നടക്കുന്ന സമയത്ത്, ഐസ്ക്രീമും കഴിച്ച് അങ്ങനെ നടക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഫാമിലി എന്ന രീതിയിലുള്ള ചിന്തയല്ല. ഞാനും നീയും, നമ്മളൊന്ന്, ഞാനും നീയും ഇല്ല അവിടെ, നമ്മളൊന്ന്. അതായത് ഒരു ഇതുണ്ട്, അതായത് നമ്മൾ ആദ്യത്തെ കല്യാണം കഴിഞ്ഞിട്ട് ബൈക്കിൽ പോകുന്നതിന് ബൈക്കിന് ബാക്ക് സീറ്റ് വേണ്ട, സ്പേസ് വേണ്ട, ഒരുമിച്ച് ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ 6 months കഴിയുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി ഗ്യാപ്പ് വരും. ആദ്യ ദിവസം ഇങ്ങനെ ഭയങ്കര ഹഗ് ചെയ്തിരിക്കും, പിന്നെ കുറച്ച് ഇച്ചിരി സ്പേസ് ആയി, നമ്മുടെ ഹസ്ബൻഡിന്റെ തോളിലാവും കൈ,
പിന്നെ കുറെ വർഷങ്ങൾ പിള്ളേരൊക്കെ കഴിയുമ്പോൾ തോളും വേണ്ട ബാക്കിൽ പിടിക്കും, അല്ലെ സൈഡിൽ പിടിക്കും. അതെ അതെ correct. അതായത് ഒന്നുമില്ല, നമ്മുടെ ബോണ്ട് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അത്. അപ്പോൾ പണ്ട് പ്രേമിച്ച സമയത്ത് നമുക്ക് ഒരു സീറ്റും വേണ്ട ഇങ്ങനെ നടന്നെന്ന് പറഞ്ഞാൽ അതേപോലെ നമ്മൾക്ക് റെസ്പോൺസിബിലിറ്റീസ് വരുമ്പോൾ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതിനാണ് പറയുന്നത് ഒരു ബെഡ് ടൈം ടോക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം, ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. ഇവിടെ ബെഡ് ടൈം ടോക്കിനുള്ള സമയമില്ല, ഫോണിൽ നിന്ന് മാറിയിട്ട് വേണമല്ലോ ബെഡ് ടൈം ടോക്ക്, അടുത്തൊരു ചോദ്യം കിച്ചണിൽ നിന്ന് മാറിയിട്ട് വേണമല്ലോ ബെഡ് ടൈം ടോക്ക്. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ലേ ആദ്യം പറഞ്ഞ പോലെ ആ ഷെഡ്യൂൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നമ്മളപ്പോൾ ആയിരിക്കും പിന്നെ ഫാമിലി ലൈഫിലൊക്കെ ഇനി ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യും. പബ്ലിക്കിനോടാണ് ഒരു ടൈം ടേബിൾ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും അതേ ടൈം ടേബിൾ പോലെ പോയാലും നമുക്ക് എന്ത് ചെയ്യും, ബോറ് ഫീൽ ചെയ്യും. പക്ഷെ സംസാരിക്കേണ്ടടുത്ത് നമ്മൾ സംസാരിക്കണം. എനിക്ക് വിഷമമാണെന്ന് പറയേണ്ടടുത്ത് ഓപ്പണായിട്ട് പറയണം. നമ്മൾ ഒന്നാമത്തെ കാര്യം ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നമ്മളുടെ എല്ലാവരുടെയും ഇടയിൽ കുറവാണ്. ശരിയാണ്, പലയിടത്തും ഇല്ല. നമ്മൾ എന്നോട് ഈ കൗൺസിലിംഗ് കേസിലൊക്കെ ഇരിക്കുമ്പോൾ എന്നോട് പറയുന്നതാണ്, എൻ്റെ ഹസ്ബൻഡ് അല്ലെ എൻ്റെ വൈഫ് എൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് സംസാരം കുറവാണ്, പക്ഷെ അവളുടെ ഓഫീസിൽ ഭയങ്കര ചിരിയാണ്, ബഹളമാണ്. നമ്മൾ വഴക്കിനിടയിലും പറയും നിങ്ങളുടെ ഇവിടെ വന്നതിന് ശേഷം മാത്രമാണ് എൻ്റെ സ്വഭാവം ഇങ്ങനെ. അല്ല ഞാൻ ഓഫീസിലായിരുന്ന സമയത്ത് എങ്ങനെയാ, എനിക്ക് അയ്യോ അവിടെ എനിക്ക് കൂട്ടുകാരായി നാട്ടുകാരായി ബഹളമായി, ഞങ്ങൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. ആ സെയിം കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഇവിടെയും ഉണ്ടാക്കണം. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നമ്മളൊരു റെസ്പെക്റ്റ് എന്നുള്ളൊരു ഫാക്ടർ നമ്മൾ കൊണ്ടുവരും. ബഹുമാനം വേണം തീർച്ചയായിട്ടും, പക്ഷെ സ്നേഹത്തിലൂടെയുള്ള ബഹുമാനമാണ് വേണ്ടത്. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് എന്ത് വിചാരിക്കും? അല്ല, നിങ്ങൾ താലി കെട്ടിയ ആ സമയം മുതൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഭർത്താവാണ്, നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ഭാര്യയാണ്. എനിക്കൊന്ന് ഇപ്പോഴത്തെ ജനറേഷൻ കുറച്ചത് കീപ്പപ്പ് ചെയ്യുന്നത്. പണ്ടായിരുന്നു ശരിയാണ്. അതെ അതെ, പണ്ട് ഭയങ്കര ഇരുന്ന് കഴിഞ്ഞാല് ഭർത്താവ് ഇരുന്നാൽ ഭാര്യ ഒരു പടിയകത്ത് കട്ടുള്ള പടിയിൽ ഇങ്ങനെ ചാരി നിൽക്കുന്ന ഒരു സീനൊക്കെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല, ഒരുപാട് ചേഞ്ച് ആയി. ഈക്വൽ എന്നുള്ള ഒരു ലെവലിലോട്ട് രണ്ടുപേരും അമ്മായിമ്മമാരും അമ്മായിപ്പന്മാരും അത് അഡ്ജസ്റ്റ് ചെയ്ത് തുടങ്ങി വന്നതാണ്. അതെ, ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അപ്പം തന്നെ നേരെ നോക്കി പറയും. എന്നാൽ നമ്മൾ ഈ ഡിവോഴ്സ് കേസൊക്കെ വരുമ്പോഴത്തേക്ക് ഇപ്പൊ ലാസ്റ്റ് ഒരു ഡിവോഴ്സ് വന്നത്, അത് കേസ് സ്റ്റഡി ആയിട്ട് നമുക്ക് പറയാം കേട്ടോ, പേര് പറയുന്നില്ലെങ്കിലും. അതായത് സിമ്പിൾ ആയിട്ടുള്ള, അതായത് ആൾക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല, പുറത്തുനിന്നുള്ള ഭക്ഷണമാണ് കൂടുതൽ. അല്ലല്ല, പെൺകുട്ടിക്ക് അവൾക്ക് പുറത്തുനിന്നുള്ള ഭക്ഷണമാണ് ഇഷ്ടം. ചെക്കനെ സംബന്ധിച്ചിടത്തോളം അവൻ വളർന്നതെല്ലാം പുറത്താണ്, കൂടുതലും ഹോസ്റ്റലിൽ നിന്നാണ്, അവന് ഹോംലി ഫുഡ് വേണം. ഇവള് കുക്ക് ചെയ്യാൻ തയ്യാറല്ല, നല്ലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, നല്ലൊരു ടീം ലീഡറാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും, അപ്പൊ അവൾക്ക് വർക്ക് ബാലൻസ് ചെയ്യണം. കുക്ക് ചെയ്യുന്ന ഒരു സമയം നമ്മൾ ശരിയാണല്ലോ, ജോലി ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക്. അപ്പൊ ഇവന് അങ്ങനെ വലിയ നീ എല്ലാ ദിവസവും ഉണ്ടാക്കണമെന്നല്ല. അപ്പൊ അവൻ എന്നോട് പറയാണ് ഒരു കഞ്ഞിയെങ്കിലും മതി, പക്ഷെ അവളൊന്നും ഉണ്ടാക്കണ്ടേ. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഈ ചെറിയ പ്രശ്നം വലിയ പ്രശ്നങ്ങളിലേക്കാക്കി മാറി. നമ്മുടെ വീട്ടിൽ ഇപ്പം എനിക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ആദ്യം സംസാരിക്കേണ്ടത് എൻ്റെ ഭർത്താവിനോടാണ്. അല്ലെങ്കിൽ ഞാൻ അച്ചാച്ച എന്നാണ് വിളിക്കുന്നത്. അപ്പം അച്ചാച്ച എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് എനിക്കത് ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഈ പ്രശ്നം ഞാൻ അത് ആദ്യം ആരെ വിളിച്ച് പറയും? എൻ്റെ അമ്മയോട് വിളിച്ച് പറയും. അപ്പോൾ നമ്മളെ കെട്ടിച്ചു വിട്ടിട്ട് അമ്മയുടെ ആംഗിൾ വേറെ, ഇനി പ്രശ്നമാണ്, തകർന്നു. അതെ, അപ്പനെ വിളിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇത്രയും നാളും കൈവെള്ളയിൽ നടത്തിക്കൊണ്ട് വന്ന പെൺകുഞ്ഞ് അവിടെ അതാണ് പ്രശ്നമാണല്ലോ. അപ്പൊ എന്ത് ചെയ്യും? പിന്നെ ഒരു സോഫ്റ്റ് കോർണർ എന്നുള്ള രീതിയിൽ അമ്മമാര് പറയും നീ മാക്സിമം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്ക്, നാണക്കേട് ഉണ്ടാക്കണ്ട നോക്ക്. പക്ഷെ ഈ പല സൂയിസൈഡൽ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഉണ്ടല്ലോ, ഈ ഒരു പറച്ചിലാണ് അവരെ ആ സൂയിസൈഡിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. നിങ്ങൾ പറയാണ് ഒന്നുമില്ലെങ്കിൽ പോലും സാരമില്ല, നിനക്ക് കഞ്ഞിയാണെങ്കിൽ പോലും സാരമില്ല, നിനക്ക് ഒട്ടും സഹിക്കാൻ വയ്യേ. അതൊരു ട്രൂ നേച്ചർ ആയിരിക്കണം. ചുമ്മാതെ ഇപ്പം ഈ ലാസ്റ്റ് ഒരു കേസ് കണ്ടില്ലേ, ചുമ്മാതെ ഒരു കേസ് വന്നിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കരുത്. അപ്പം ഒരു ട്രൂ നേച്ചർ ആണെങ്കിൽ നമുക്കൊരു സപ്പോർട്ടുണ്ട്, സാരമില്ല നീ ഇങ്ങനെ പോന്നേക്ക് എന്ന് പറഞ്ഞ് ഒരു ചെറിയ വഴക്കുണ്ടാകുമ്പോഴത്തേക്ക് ഒരു പേരന്റും വിളിച്ച് പറയരുത് നീ ഇങ്ങനെ പോന്നേക്ക്, നിനക്ക് ഇവിടെ ഉള്ള എല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ന് പറയരുത്. ഒരിക്കലും പറയാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ചെറിയ സപ്പോർട്ട് നമ്മൾ എവിടെയെങ്കിലും ഉണ്ടെന്ന് തോന്നുമ്പോഴത്തേക്ക് നമ്മുടെ മൈൻഡിന് റിലാക്സ് ചെയ്ത് വെക്കാൻ നമുക്ക് പറ്റും. ഇപ്പൊ വീട്ടിലൊന്നും ഇതുപോലത്തെ സപ്പോർട്ടിന് ഒരു ഫെസിലിറ്റി കിട്ടുന്നില്ല. തീർച്ചയായിട്ടും ഇല്ല, വളരെ കുറവാണ്. വീട്ടിലൊരു ഫെസിലിറ്റി ഇതുപോലൊരു പ്രശ്നം കുടുംബത്തിനകത്തുണ്ട്. അപ്പൊ ആ പെൺകുട്ടി സപ്പോസ് ടു ബി ആരെ വീട്ടിൽ കിട്ടിയില്ലെങ്കിൽ ഇത് വഷളാകും, കുറച്ചുകൂടെ കഴിഞ്ഞ് മുന്നോട്ട് പോയാൽ ഇത് വഷളാകും എന്ന് തോന്നിയാൽ ഒരു സപ്പോർട്ടിന് ആരെയാണ് വിളിക്കേണ്ടത്? നമ്മൾ ഇന്നത്തെ കാലത്ത് ആദ്യം തന്നെ ഒരു സൈക്കോളജിസ്റ്റിലേക്ക് അല്ലെ ഒരു കൗൺസിലറിലേക്ക് ആരും തന്നെ അഭയം തേടാറില്ല. ഇപ്പൊ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല എനിക്ക് വിരലിലെണ്ണാവുന്ന ഫ്രണ്ട്സ് ആണ്, അപ്പൊ ഞാൻ ആദ്യം ഷെയർ ചെയ്യാൻ നോക്കുന്നതും ആരോടാണ്?
ഫ്രണ്ട്സിനോടാണ്. പക്ഷേ ഒരു പ്രോപ്പർ സൊല്യൂഷൻ കിട്ടുന്ന ഒരു വ്യക്തിയോട് മാത്രമേ നമ്മളെല്ലാം ഷെയർ ചെയ്യാൻ പാടുള്ളൂ. ഒരിക്കലും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരാളോടും ഷെയർ ചെയ്യരുത്. ഇപ്പൊ ഞാൻ വേറൊരു സംശയം കൂടെ ചോദിച്ചോട്ടെ. ഈ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് നമ്മൾ വരുന്നു, ആദ്യത്തെ സിറ്റിംഗ് ഇപ്പൊ ആദ്യമായിട്ട് ഒരാൾ വരുന്നു, ഇപ്പൊ അജിന്റെ അടുത്ത് തന്നെ ആദ്യമായിട്ട് ഒരാൾ വരുന്നു എന്ന് വിചാരിക്കുക. ഈ വരുന്ന സമയത്ത് നമ്മളെ കുറിച്ചുള്ള ഒരു പിക്ചറും കിട്ടത്തില്ല. ഈ കുട്ടി പറയുന്ന പിക്ചറേ അഞ്ജനിക്ക് മനസ്സിലാവത്തുള്ളൂ. അതിനകത്ത് മേക്കപ്പ് പിക്ചേഴ്സ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ അത് ഒറിജിനൽ ആയിട്ടുള്ള സങ്കടങ്ങൾ പറയാം, അല്ലെങ്കിൽ മറ്റുള്ള പലരുടെയും മേത്ത് കുറ്റം ചാരിയിട്ടായിരിക്കും ഇത് സംസാരിക്കുന്നത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ റിയൽ പ്രശ്നം എവിടെ കിടക്കുന്നു എന്ന് എങ്ങനെ അഞ്ജനി മനസ്സിലാക്കും? നീതു, നമ്മളിപ്പോൾ ഒരു സെഷനിൽ ഇരിക്കുകയാണ്, പ്രത്യേകിച്ച് ഒരു കപ്പിൾ കൗൺസിലിംഗ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഒരു 10-15 മിനിറ്റ് രണ്ടു പേർക്കും സംസാരിക്കാനുള്ളൊരു സമയം, ഒരുമിച്ച് സംസാരിക്കാനുള്ളൊരു സമയം കിട്ടും. അപ്പോൾ നമുക്ക് ഒരാളെ കുറിച്ച് ഒരു ഐഡിയ കിട്ടത്തില്ല. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ മനസ്സിലാക്കാൻ ഒരു പരിധി ഉണ്ട്. എന്നിട്ട് നമ്മൾ രണ്ടുപേരും ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ സംസാരിക്കും. ഞാനൊരു പ്രശ്നം പറയാൻ വരുമ്പം ഞാൻ എൻ്റെ ഭാഗം എപ്പോഴും ബ്യൂട്ടിഫുൾ ആക്കി വെച്ചതിന് ശേഷം മാത്രമേ ഞാൻ സംസാരിക്കത്തുള്ളൂ. അതായത് എൻ്റെ ഹസ്ബൻഡാണ് പ്രശ്നം, അല്ലെ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെയാണ്, എൻ്റെ ഹസ്ബൻഡ് എനിക്ക് സ്പേസ് തരുന്നില്ല. അതായത് ഞാൻ എത്രമാത്രം ആ പുള്ളിനെ ഒരു ഡാർക്ക് ഫേസ് ആക്കി വെക്കാമോ അതേ ഞാൻ ശ്രമിക്കാറുള്ളൂ. തീർച്ചയായിട്ടും ഏതൊരു കേസ് ആയാലും, സിമ്പിൾ റീസൺ ആയാലും. അപ്പം അതിനെയും അതിൽ തന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് സംസാരിക്കാം, ഒറിജിനലായിട്ടും സംസാരിക്കാം, നമ്മൾ അടുത്ത ആളോട് സംസാരിക്കും. അവിടെയാണ് ഹോംവർക്കിന്റെ ഗുണം. അവർ സംസാരിച്ചത് നമ്മളിങ്ങനെ റിവൈൻഡ് ചെയ്ത് നോക്കണം. പിന്നെ നമ്മളൊരു ട്രെയിൻഡ് സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ മാനിപ്പുലേഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ പറയുന്ന പെൺകുട്ടി അവളുടെ ഹസ്ബൻഡിന്റെ ഒരു ട്രൂ കളറ്, ഇപ്പം ഈ ഹസ്ബൻഡിനോട് സംസാരിക്കുമ്പോൾ പറയും, രണ്ടുപേരോട് സംസാരിക്കുമ്പോഴേക്ക് ഏകദേശം നമുക്ക് അവരുടെ മാനറിസംസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു സെഷൻ കൊണ്ട് നമുക്ക് മനസ്സിലായി എന്ന് പറ്റില്ല, കാരണം നമ്മൾ മനുഷ്യരാണ്, മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഒരു 2 സെഷൻ കഴിയുമ്പോൾ ഒരു ഏകദേശം ഐഡിയ നമുക്ക് കിട്ടും. അന്നേരമാണ് നമ്മൾ ഒരാൾക്ക് ആദ്യ ദിവസം തന്നെ നിങ്ങൾ ഡിവോഴ്സ് ചെയ്ത് പോകൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർക്ക് ഒന്നിച്ചു പോകാൻ പറ്റുമോ, അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണ്, സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് നമ്മൾ അവരെ കൊണ്ട് തന്നെ എഴുതിപ്പിക്കും. ഒരാളുടെ സ്ട്രെങ്ത്, ഒരാളുടെ വീക്ക്നെസ്, ഒരാളുടെ പോസിറ്റീവ്, ഒരാളുടെ നെഗറ്റീവ്, എന്തുകൊണ്ടാണ് നമുക്ക് ഒന്നിച്ചു പോകാൻ പറ്റാത്തത്. ചിലപ്പോൾ ചെറിയ ചെറിയ റീസൺസ് ഉണ്ടാവും. അങ്ങനെ വരുന്നവർ കൂടി ചേർന്ന് പിന്നീട് പോകാറുണ്ട്. ഒരുപാട് കേസസ് ഞാൻ ഒരുമിച്ച് വിട്ടിട്ടുണ്ട്. എന്നാൽ പോലും ആണെങ്കിൽ ചില കേസ് നമ്മൾ ഒരുമിച്ച് വിട്ടാൽ പോലും പിന്നെയും നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതായത് ഇപ്പം ഒരുമിച്ച് പോയി എന്ന് പറഞ്ഞാലും ആ പ്രശ്നം അവിടെ തീരുന്നില്ല. ചിലപ്പോൾ ഈഗോ കാരണമാണെങ്കിൽ നമ്മുടെ ഈഗോ നമ്മൾ മാറ്റി വയ്ക്കുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ ഈ ഫോളോ അപ്പിൽ അവർക്ക് കറക്റ്റായിട്ട് അവരുടെ ലൈഫ് സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടോ എന്നുള്ള ഒരു തോട്ട് നമ്മുടെ ഉള്ളിലും ഉണ്ടാകണം. അല്ലാതെ നമ്മൾ അവരെ പറഞ്ഞു വിട്ടിട്ട്, അതായത് ഭയങ്കര അടിയും ഇടിയും ബഹളവും അല്ലെങ്കിൽ എന്തെങ്കിലും ലഹരി ഉപയോഗിച്ച് അടി ഉണ്ടാക്കുന്ന ഒരു ആളിന്റെ കൂടെ നമുക്ക് ഒരാളെയും അങ്ങോട്ട് പറഞ്ഞു വിടാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പൊ നമ്മൾ അവരെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അതൊരു നല്ലതാണ്, നിങ്ങളത് കൂട്ടിച്ചേർന്ന് പോ. ചിലപ്പോൾ ഒരു ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ, അവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആയിരിക്കാം അവരെ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചത്. ചിലപ്പോൾ അവർ നന്നായിട്ട് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ പ്രശ്നങ്ങൾ അങ്ങ് തീരും. പക്ഷെ തീരാത്ത പ്രശ്നങ്ങളും ഉണ്ട്. ഈ 15 വർഷത്തെ ഫാമിലി ആൻഡ് മാരേജ് കൗൺസിലിംഗ് എക്സ്പീരിയൻസിൽ ഡിവോഴ്സ് റേറ്റ്സിന്റെ കോമൺ റീസൺ ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് പറയാൻ പറ്റും? എങ്ങനെയാണ് അതിന്റെ റേറ്റ്സിന്റെ ഒരു കണക്ക് കൂടിയിട്ടുണ്ടോ, അതോ എന്ത് കാരണം കൊണ്ടാണ്? ചില കോമൺ ഫാക്ടേഴ്സ് കാണും ഡിവോഴ്സ് വരാനായിട്ട്. അപ്പോൾ അതൊന്ന് കമന്റ് ചെയ്യാമോ? ഞാൻ PG കഴിഞ്ഞതിന് ശേഷമാണ് ആദ്യം എടുക്കുന്ന കോഴ്സ് ഫാമിലി ആൻഡ് മാരേജ് കൗൺസിലിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഒരു പ്രീ മാരൈറ്റൽ കൗൺസിലിങ്ങും അങ്ങനെയൊക്കെയാണ്. പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ ഡിവോഴ്സ് കേസസ് ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയത്. ഡിവോഴ്സ് റേറ്റ്സ് ഹൈ ആവുന്നു എന്നതിലുപരി അതിലെ ഫാക്ടേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ചെറിയ വഴക്കുകൾ കൊണ്ട് ഒരു ഫാമിലിയും ഒരു ഭാര്യനെയോ ഒരു ഭർത്താവിനെയോ വേണ്ടാന്ന് വെക്കില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ പറയുന്നത് പോലെ ഈഗോ കാരണം നമുക്ക് ഒട്ടും പൊരുത്തപ്പെട്ട് പോകാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു പ്രൊഫഷണൽ ക്ലാഷ് ആകാം, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മൾക്ക് വേണ്ടുന്ന ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി ആ വീട്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല. പക്ഷെ ഇതിനെല്ലാം ഒരു പരിധിയുണ്ട്. അവസാനമായിരിക്കും നമ്മുടെ നല്ല പ്രായം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ ഇട്ടിട്ടങ്ങ് പോകാം. പക്ഷെ നമ്മളെ പിടിച്ചു നിർത്തുന്ന ഏതാ? ഈ കുഞ്ഞുങ്ങളായിരിക്കാം. അവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ തുടങ്ങും. പക്ഷേ എന്നേ ഡിവേഴ്സായി പോകേണ്ട പല 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 കേസസും നമ്മൾ എന്ത് ചെയ്യും?
പിടിച്ച് നമ്മൾ തള്ളി പിടിച്ചു നീക്കി. നിൽക്കുക. നമ്മൾ ഈ പഴയ കാലത്തുള്ള അമ്മമാരെ നോക്കിക്കേ, പ്രായമുള്ളവരെ ഒന്ന് അന്ന് ഡിവോഴ്സ് റേറ്റ്സ് കുറവാണ്, കാരണം ഡിവോഴ്സ് തീർച്ചയായിട്ടും. അന്നെന്ന് പറഞ്ഞ പിന്നെ ഒരു ഫാക്ടറും കൂടെ ഉണ്ട്, സ്ത്രീകൾ ജോലി ചെയ്യുന്നത് വളരെ കുറവാണ്. അവർക്ക് വേറൊരു വരുമാന മാർഗമില്ല. അവർക്ക് വേറൊരു വരുമാന മാർഗ്ഗമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, ഇൻഡിപെൻഡന്റ് ആണ് അവര്, ഇൻഡിപെൻഡന്റ് ആണ് എല്ലാ കാര്യത്തിലും കേട്ടോ. അവർ അതായത് ഒരു എന്തെങ്കിലും ഡിവോഴ്സ് കഴിഞ്ഞിട്ട് പോയാലും സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങാനുള്ള ഒരു കപ്പാസിറ്റി അല്ലേ, അല്ല ഒരു കോൺഫിഡൻസ് അവർക്കുണ്ട്. പണ്ടത്തുള്ള അമ്മമാർ എന്തുകൊണ്ടാണ് സഹിച്ചു നിൽക്കുന്നത്? വേറെ ഓപ്ഷൻ, പക്ഷെ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ചിലപ്പം 7, 8 ഉള്ള ഫാമിലിയിലൊന്നായിരിക്കും വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ചെന്ന് കയറിയാൽ അവിടെ ഒരു ബാധ്യതയാവുമോ എന്നുള്ളൊരു അതുകൊണ്ടാണ് കേട്ടോ കുഞ്ഞുങ്ങളോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നല്ലൊരു ജോലി കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾ കല്യാണം കഴിക്കാൻ പാടുള്ളൂ. എല്ലാ പേരൻസും അങ്ങനെ ചെയ്യണം. അപ്പം എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരു ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പോലും കുഴപ്പമില്ല, അവളത് ഹാൻഡിൽ ചെയ്യും എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് കിട്ടും എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഇപ്പം എന്തെങ്കിലും ചെറിയ ചെറിയ ഹരാസ്മെന്റ് ആണ് എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കുകയൊന്നും വേണ്ട. നമുക്കിപ്പം ഇറങ്ങി പോകാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഭയങ്കര എന്തെങ്കിലും അടിയാണ്, ഇടിയാണ്, എന്തെങ്കിലും ചിലപ്പം വേറൊരു കൂട്ടുകാരി പറഞ്ഞിട്ടായിരിക്കും പേരൻസ് അറിയുന്നത്. അതുവരെയും ഇങ്ങനെ ആരോടും പറയാതെ ഇവിടെ കൊണ്ടു നടക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ, നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളൊരു തേർഡ് പേഴ്സണെ കാണുക അത്യാവശ്യമാണ്. ഇപ്പോൾ അത്യാവശ്യം കളഞ്ഞേച്ച് പോകേണ്ടതാണെങ്കിൽ കളഞ്ഞേച്ച് പോവോ എന്ന് തന്നെ, കളഞ്ഞേച്ച് പോവുക എന്നല്ല, ഒരു ഹെൽത്തിയർ വേയിൽ നമ്മുടെ ജീവിതത്തെ, ദാമ്പത്യ ജീവിതത്തെ ഒരു സ്റ്റോപ്പ് കൊടുക്കുക. കളഞ്ഞേച്ച് പോകുന്ന ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പറയാം. നമ്മളിപ്പോൾ ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴത്തേ പറയാം, നീ എന്തിനാ ഇത് സഹിക്കുന്നത്, നീ കളഞ്ഞേച്ച് പോ. ഒരിക്കലും പലയിടത്തൊന്നും കേട്ടിട്ടുള്ള, തീർച്ചയായിട്ടും ഒരിക്കലും അങ്ങനെ പറയരുത്. നമ്മൾ അതായത് ചിലപ്പോൾ ഹസ്ബൻഡും വൈഫും തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണത്തില്ല. ഈ നാട്ടുകാരും ഇൻലോസ് വന്നിട്ട് പറയും, മനസാക്ഷി ഇല്ലാത്തവളെ അങ്ങ് കളഞ്ഞിട്ട് പോവും. പക്ഷെ ഹസ്ബൻഡും വൈഫും നോക്കുമ്പോൾ ചെറിയ പ്രശ്നം ഉണ്ടായിരിക്കത്തുള്ളൂ. പക്ഷെ അല്ലെങ്കിൽ ഇവര് കൂടെ നിൽക്കുന്നവരെന്ത് ചെയ്യും, കുറച്ചും കൂടെ ഏരിയ ആക്കി. അപ്പം അവർക്ക് തോന്നും, ഇപ്പം എനിക്ക് എൻ്റെ അപ്പനും അമ്മയും പറയാണ്, നീ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്ന ഹസ്ബൻഡിനേക്കാളും ഞാൻ ചിന്തിക്കുന്നത്, എൻ്റെ പേരൻസ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, സപ്പോർട്ടീവായിട്ടുണ്ട്, എനിക്കപ്പോൾ എനിക്ക് വേറെ ഒന്നും നോക്കാനില്ല, ഞാനങ്ങ്. അതായത് നമ്മൾ ഏതൊരു ഫാമിലി ലൈഫിലും നമ്മൾ പറയുന്ന കാര്യം സത്യമാണോ എന്നൊന്ന് അനലൈസ് ചെയ്യണം. അത് പേരൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും പേരൻസ് എന്നല്ല. ഇപ്പൊ ഒരു ഭാര്യ ഭർത്താവിനോട് പറയാണ്, ഇങ്ങനെ ഒരു റീസൺസ് ഉണ്ട്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഒരു ഹസ്ബൻഡിന്റെ വായിൽ നിന്ന് ആദ്യം വരുന്നത്, എൻ്റെ മദർ അങ്ങനെ ചെയ്യില്ല, എൻ്റെ ഫാദർ അങ്ങനെ ചെയ്യില്ല, എൻ്റെ പേരൻസിനെ എനിക്ക് നന്നായിട്ട് അറിയാം. ചിലപ്പോ ഭാര്യ അവിടെ ഒരു കള്ളിയാവും. അതായത് നീ കള്ളത്തരം പറയുകയാണ്. അപ്പൊ നമ്മള് ഭയങ്കര മെന്റലി ഭയങ്കര ഡൗൺ ആവുന്ന ഒരു ഫീലിംഗ് വരും. അതിനേക്കാൾ ഉപരി അവള് പറഞ്ഞത് ശരിയുണ്ടോ, അവള് പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ. നമ്മൾ ഈ കള്ളി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പിള്ളേരും അത് കേട്ട് തന്നെ വരും. അവര് പറയും, ശരി, എൻ്റെ അമ്മ കള്ളം പറയുന്നതാണ്. ഇപ്പൊ ചെറിയ റീസൺസ് ഒക്കെ പറയുമ്പോഴത്തേക്ക് അമ്മ കള്ളം പറയുന്നതല്ലേ. അതായത് നമ്മൾ തന്നെ ഇൻജക്ട് ചെയ്ത് കൊടുക്കുകയാണ്. പക്ഷെ നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ നമ്മൾക്ക് ദേഷ്യം വരും, നമ്മൾ ബഹളം വെച്ചെന്നിരിക്കും. കാരണം ആ ഒരു സ്പേസ് ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ഇത്രയും ഒരു സ്നേഹത്തോടായാലും ദേഷ്യം വിടുന്നത്, അല്ലേ? നമുക്ക് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ വേറെ ഒരിടത്ത് പോയി നമ്മൾ ദേഷ്യപ്പെടത്തില്ല. ഈ ദേഷ്യം വരുന്ന കാര്യം, അതായത് ഒരു വ്യക്തിക്ക് എപ്പോഴാണ് ദേഷ്യം വരുന്നതെന്ന് അറിയാമോ? നമ്മളെ തിരിച്ചൊന്നും ചെയ്യില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉള്ളിടത്ത് മാത്രമേ നമ്മൾ ദേഷ്യപ്പെടുള്ളൂ. തിരിച്ച് നാല് പറയുന്നിടത്ത് നമ്മൾ ദേഷ്യപ്പെടില്ല, നമ്മൾ അവിടെ നിന്ന് ഒതുങ്ങും, അല്ലേ? അപ്പൊ നമ്മൾ എവിടെയാണ് ഞാൻ പറഞ്ഞ പോലെ ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യനെ മനസ്സിലാക്കുന്നതിന് ഒരു പരിധിയുണ്ട്. എങ്കിൽ പോലും അവള് പറഞ്ഞതിൽ കാര്യമുണ്ടോ എന്നൊന്ന് അവളോട് ചോദിക്കാനൊന്നും നിൽക്കണ്ട, പക്ഷെ അനലൈസ് ചെയ്യണം. സപ്പോർട്ട് കൊടുക്കേണ്ടതാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. എല്ലാ ആണുങ്ങളുടെയും പ്രശ്നം എന്താണ്, ഭാര്യയുടെ അടുത്ത് നിൽക്കണോ അമ്മയുടെ അടുത്ത് നിൽക്കണോ എന്നുള്ളത് അവർക്കും ശരിക്കും പറഞ്ഞ ഒരു സ്ട്രഗിളാണ്. ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്ത് നിന്നാൽ അമ്മയ്ക്ക് വിഷമമാവും, അമ്മ പിണങ്ങും. അമ്മയുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഭാര്യ സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് ആണുങ്ങളും തീർച്ചയായിട്ടും നമ്മൾ സ്ത്രീകൾ മാത്രമല്ല ഈ തകർന്നിരിക്കുന്നത്. അവർക്ക് വെന്റ് ഔട്ട് ചെയ്യാൻ ഒരു സ്ഥലമല്ല ശരിക്കും പറഞ്ഞാൽ. നമുക്ക് പിന്നെയുണ്ട് 4 കൂട്ടുകാരികളോട്. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഈ വെന്റ് ഔട്ട് ചെയ്യാൻ സ്ഥലം ആണുങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണോ അവർ ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലോട്ട് പോകുന്നത്? അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ 2 തരത്തിലൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ കല്യാണം കഴിഞ്ഞു,
കല്യാണത്തിന് മുമ്പ് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുന്ന ഒരു ഫാമിലി ലൈഫിൽ ഒരു എക്സ്ട്രാ രണ്ട് കൂട്ടർക്കും, സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും, അവർക്ക് വീട്ടിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാഴികയാണ് അവരൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലോട്ട് പോകുന്നത്. അത് ഈ സാഹചര്യക്കുറവും ഇതുമായിട്ട് എന്താണ് ബന്ധം? അതായത് നമ്മൾ അത് അവർക്ക് തല്ലിന്റെ കുറവാണോ എന്നുള്ളതാണ് ചോദിക്കാൻ വന്നത് ശരിക്കും. തല്ലിന്റെ കുറവ് രണ്ടു കൂട്ടർക്കുണ്ട്, സ്ത്രീകൾക്കുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആരെയും ഇത് പറയാൻ പാടില്ല. നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ ഒരു സ്ത്രീയെയും പുരുഷനെയും പറ്റിയും തെറ്റുകാരാണ്. കാരണം ഈ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ വരാന്ന് പറഞ്ഞാൽ ആണുങ്ങൾ മാത്രമല്ലല്ലോ, ഇൻവോൾവ് ആണ്, ആണും പെണ്ണും ഇൻവോൾവ് ആണ് അതിൽ. അതായത് നമ്മളൊരു ആൺകുട്ടിയെ വളർത്തുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒന്ന് അവർ പെട്ടെന്നൊന്ന് വീണു കരഞ്ഞു, നമ്മൾ ആദ്യം പറയുന്നത് എന്താ? നീ ആൺകുട്ടിയാ, കരയാൻ പാടില്ല അല്ലേ? നമ്മുടെ സമൂഹം പറഞ്ഞു വെച്ചേക്കാണ് ആണുങ്ങളായ കരയാൻ പാടില്ല. ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ളത് അവിടെ ബ്ലോക്ക് ചെയ്യാണ്. അതായത് ചെറിയ പ്രായത്തിൽ തന്നെ അവൻ കരഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ചുറ്റുമുള്ള ഒരു ലോകം അല്ലെ ചുറ്റുമുള്ള സമൂഹം അവനെ ഒരു മോശമായിട്ട് വിചാരിക്കുമോ എന്ന ചിന്തയാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെ ഈ കുഞ്ഞിലെ ഇൻജെക്ട് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളോ കാറി കൂവി കരയും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അന്നേരം അത് ബേസ്റ്റ് ഔട്ട് ചെയ്യുക ചെയ്യുന്നത് അല്ലേ? എന്ന് പറഞ്ഞ ആണുങ്ങൾ കാറി കൂവി കരയണമെന്നോ ഒന്നും അല്ല പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് വിഷമം തോന്നുമ്പം യു ജസ്റ്റ് എക്സ്പ്രസ് ഇറ്റ്. നിങ്ങൾ അത് എക്സ്പ്രസ് ചെയ്യേ. നിങ്ങൾ മറ്റുള്ളവരെ കാണിച്ച് കരയണമെന്നൊന്നും പറയത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്തപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യേ. എനിക്ക് എന്നെ കൗൺസിലിങ്ങിന് ഇഷ്ടം പോലെ ആളുകൾ വരെയാണ്. അതായത് ചിലപ്പോൾ അവരുടെ ബിസിനസ്സിൽ അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഈ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം നമ്മളിങ്ങനെ കൂടുതൽ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത്, നമ്മൾ ഓവർ തിങ്കേഴ്സ് ആയിട്ട് മാറുന്നത്. നീതു തന്നെ പറഞ്ഞില്ലേ, നീതുവിൻ്റെ ട്രോമയാണ് കൂടുതലും ഈ ആൻഷ്യസ് തോട്ട്സിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. പക്ഷെ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഞാനിപ്പം ഹാപ്പി ഫാമിലി ആണല്ലോ, എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, എനിക്ക് കുഞ്ഞുങ്ങളുണ്ട്, എൻ്റെ ഭർത്താവ് എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട്, എനിക്കൊരു പ്രശ്നമില്ലല്ലോ. പക്ഷെ നമ്മുടെ ഈ ട്രോമ ആയിരിക്കും നമ്മളെ ട്രിഗർ ചെയ്യുന്നുണ്ടാവുക. നമ്മൾ ചിലപ്പം കുഞ്ഞുനാളിൽ അനുഭവിച്ച നമ്മുടെ പ്രശ്നങ്ങൾ, അതായത് ഇപ്പം ആണെങ്കിൽ ഞാൻ അനുഭവിച്ചതുപോലെ ഉള്ള വിഷമം എൻ്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കാൻ പാടില്ല, തീർച്ചയായിട്ടും അതുപോലൊരു ട്രോമ വരാൻ പാടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അവരൊരു ചെറിയ തെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കിടന്ന് ബഹളം വയ്ക്കാൻ തുടങ്ങും. കാരണം എന്താ? നമ്മുടെ ഉള്ളിൽ ഞാൻ അനുഭവിച്ച ഒരു ട്രോമ അവരനുഭവിക്കാൻ പാടില്ല. അതാണ് ഈ ട്രോമയുടെ കേസ് വരുന്നത്. അപ്പം നമ്മൾ വെൻഡ് ഔട്ട് ചെയ്തു പോകും. പിന്നെ നീതു ചോദിച്ച എക്സ്ട്രാ മാരിറ്റൽ അഫെയർ, നമ്മൾ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പാമ്പറിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. രാവിലെ കുടിച്ചോ, കഴിച്ചോ, നന്നായിട്ട് ഉറങ്ങിയോ. ചിലപ്പോൾ ഭർത്താവിന് ഇതിനുള്ള സമയമൊന്നും കാണത്തില്ല, കാരണം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുന്ന ആളായിരിക്കും. അപ്പോൾ ഈ കറക്റ്റ് ഇതിൽ നമ്മൾ മറ്റേ ആ പ്രേമത്തിന്റെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ സ്നേഹിച്ച് നടക്കുന്ന സമയത്ത് അയ്യോ കഴിച്ചോ, ഞാൻ പനിയാണെന്ന് പറയുമ്പോഴത്തേക്ക് മെഡിസിൻ വേണോ, കൂടെ ഇരിക്കണോ. പക്ഷെ കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനെല്ലാം നമ്മളൊരു ഇച്ചിരി ഒരു സ്പേസ് നമ്മൾ വെക്കും. ഒന്ന് പാമ്പറിങ് കിട്ടാതെ വരുമ്പോൾ, അല്ലെ നമ്മൾക്ക് പുരുഷനോ രണ്ടു പേർക്കും നമ്മളെ മനസ്സിലാക്കുന്ന ഒരു സ്പേസ് ഇല്ലാന്ന് തോന്നുമ്പം, നമ്മളെ വേറെ ആരെങ്കിലും കൺസിഡർ ചെയ്യുന്നു എന്ന് തോന്നുമ്പോൾ നമ്മൾ അതിലേക്ക് ചായാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മൾ മനുഷ്യരാണ്. നമ്മളെപ്പോഴും നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെ, നമ്മുടെ ഒരു ബെസ്റ്റ് ലിസണറിനെ തേടി നടക്കുക. പക്ഷെ ഒരിക്കലും അത് എല്ലാവരും എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലേക്ക് പോകുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. വിഷമങ്ങളുണ്ടെങ്കിലും നമ്മൾ പിടിച്ചു നിൽക്കത്തില്ലേ, നമ്മൾ ഹീൽ ചെയ്യത്തില്ലേ. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈം പാസിന് വേണ്ടി അങ്ങ് തുടങ്ങും. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ സംസാരം കൂടി എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലേക്ക് അങ്ങ് പോകും. ചിലപ്പോൾ ഒരു മൂന്നാമത്തെ തിങ് എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ബോണ്ട് എവിടെയോ കുറയുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതായത് ഫിസിക്കൽ ബോണ്ട് കുറയുമ്പോഴത്തേക്ക് നമുക്ക് എവിടെയോ കിട്ടുന്നുണ്ടെന്നുള്ളൊരു തോന്നൽ അപ്പോൾ അങ്ങോട്ട് ചായാനുള്ളൊരു സാധ്യത. പിന്നെ ആണെങ്കിൽ ഇപ്പം നാട്ടിലുള്ളവർ പറയാറുണ്ട്, അയ്യോ അവൾ അങ്ങനെ അങ്ങ് നടക്കുകയാണ്. ഒരിക്കലുമല്ല. എന്തെങ്കിലുമൊക്കെ ഒരു റീസൺസ് ആയിരിക്കും ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലേക്ക് എത്തിക്കുന്നത്. ചിലപ്പോൾ അതൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതായിരിക്കാം. ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു ഫാമിലി ലൈഫിൽ ഭയങ്കര സംഭവമാട്ടോ. നമ്മൾ സംസാരിക്കാത്തിടത്തോളം നമുക്ക് വേണ്ടി ആരും സംസാരിക്കുന്നത്? നമുക്ക് വേണ്ടി ആരും സംസാരിക്കത്തില്ല. ആദ്യം നമ്മൾ പറഞ്ഞത്, അതായത് നമുക്ക് വേണ്ടിയുള്ള ഒരു മീ ടൈം നമ്മൾ കണ്ടെത്തിയില്ലെങ്കിൽ പിന്നെ ആരാ നമ്മൾ ഇതിനു വേണ്ടി കണ്ടെത്തി? നമ്മൾ പണ്ട് ഡാൻസ് കളിക്കുമായിരുന്നു, ഇന്ന് ഡാൻസ് കളിക്കണം എന്ന് ആഗ്രഹം തോന്നി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം.
അത്രേ ഉള്ളൂ. അല്ലാതെ അത് വേറെ ഒരാൾ എന്നെ സമ്മതിച്ചില്ലല്ലോ, സമ്മതം എന്നതിനേക്കാൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ചെയ്യാവുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യുക. പണ്ടായിരുന്നു ഒരു ഡാൻസ് ടീച്ചറിന്റെ അടുത്ത് പോയി നമ്മൾ പഠിക്കേണ്ടത്, അല്ലെ ഒരു പെയിന്റിങ് ഇഷ്ടമുള്ള ഒരാൾക്ക് അങ്ങോട്ട്. ഇപ്പം നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിരൽത്തുമ്പിൽ എല്ലാം ഉണ്ട്. നമുക്ക് സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മൾ സമയം കണ്ടെത്തിയേ പറ്റുള്ളൂ. എന്നെങ്കിൽ എലോൺ മസ്കിനും 24 മണിക്കൂറുണ്ട്, നമുക്കും 24 മണിക്കൂറുണ്ട്. പുള്ളി ചെയ്യുന്നത് പോലെ തന്നെ നമുക്കും ചെയ്യാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും പറ്റും. അതിനൊരു ഷെഡ്യൂൾ ഉണ്ടായിരിക്കണം. എന്നോട് ഈ ഡിവോഴ്സ് കേസിലിരിക്കുമ്പോഴാണ് കേട്ടോ ഒരു കേസ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. അപ്പോൾ ആ പയ്യൻ എന്നോട് പറയാണ്, മഞ്ജു വാര്യറിന് സെലിബ്രിറ്റി ആകാമെങ്കിൽ സാധാരണ ഒരു എൻ്റെ ഭാര്യയ്ക്ക് സെലിബ്രിറ്റി ആവണമെന്നൊന്നും പറയുന്നില്ല ഞാൻ, പക്ഷെ അവൾക്ക് അവളുടേതായ കാര്യങ്ങൾ മാറ്റി വെക്കാനുള്ള സമയം കണ്ടെത്തിക്കൂടെ? നീതുവിൻ്റെ അഭിപ്രായത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമുക്ക് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാ മനുഷ്യരുടെയും പ്രശ്നം എന്താ പറയുക, ഇറങ്ങിത്തിരിക്കാൻ പേടിയാണ്. ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ അയ്യോ വേണ്ട, ലോൺ എടുത്ത് അടയാൻ പറ്റുമോ, ആണെങ്കിൽ അത് പിന്നെ പാടാവില്ലേ. നമ്മൾ ഇറങ്ങിത്തിരിക്കാതെ നമുക്കതൊരു ഫെയിലിയർ ആവുമോ ഇല്ലയോ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ അവിടെ കാണിക്കേണ്ടത് ഒരു കോൺഫിഡൻസ് ആണ്. നമ്മൾ നല്ല കോൺഫിഡൻസിൽ സാരമില്ല, ഞാനത് ഇറങ്ങിത്തിരിച്ചാൽ ശരിയാകും എന്നുണ്ടെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും ഇറങ്ങിത്തിരിക്കുക തന്നെ വേണം. അപ്പം ഈ ഫാക്ടേഴ്സ് നോക്കുമ്പം നമുക്ക് എവിടെയൊക്കെയോ കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നൽ വരുമ്പോഴത്തേക്കാണ് നമ്മൾ അന്നേരം നമ്മൾ പ്രായമൊന്നും ശ്രദ്ധിക്കത്തില്ല, അവിടെ കുട്ടികളുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നില്ല, ആണെങ്കിൽ കല്യാണം കഴിച്ചോന്ന് ശ്രദ്ധിക്കുന്നില്ല, അല്ലെ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ അതായത് അതിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് തോന്നും. അതിലേക്ക് മാത്രം നമ്മളിലെ എന്താ പറയുന്നത്, ടോർട്ടോസ് ആമ ഉൾവലിയുന്നത് പോലെ നമ്മളിങ്ങനെ ചുരുങ്ങാൻ തുടങ്ങും. പിന്നെ നമുക്ക് അതില്ലാതെ പറ്റില്ല എന്നായി. അപ്പം നമുക്ക് നമ്മുടെ കുട്ടികളെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മുടെ ഭർത്താവിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല, ഭാര്യയെ പറ്റി ചിന്തിക്കുന്നില്ല, നമ്മുടെ വീട്ടുകാരെ പറ്റി ചിന്തിക്കുന്നില്ല, ഒരു നാണക്കേടിനെ പറ്റി ചിന്തിക്കുന്നില്ല. കാരണം എന്ത് ചെയ്തു, നമ്മൾ അതിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയി. എവിടെയാണോ നല്ല ഒരു റിലേഷൻഷിപ്പ് വേണമെങ്കിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു പരിധി വരെ എക്സ്ട്രാ മറൈറ്റൽ അഫെയർ ഒക്കെ നമുക്കൊന്ന് കുറയ്ക്കാനായിട്ട് സാധിക്കും, കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. എന്നുവെച്ചാൽ നമുക്ക് വേണ്ടുന്നത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേറൊരിടത്തേക്ക് തപ്പിപ്പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം കിട്ടാത്തത് ചോദിച്ചു വാങ്ങിക്കാം. അതെ, അതിൻ്റെ അല്ല. നമ്മളിപ്പം ആണെങ്കിൽ എക്സ്ട്രാ മറൈറ്റൽ അഫെയറിലുള്ള ഒരു പെണ്ണിനോട് നമ്മൾ ചോദിക്കും, നീ കഴിച്ചായിരുന്നോ? നമ്മുടെ കൂടെയുള്ള സ്വന്തം ഭാര്യയോട് നീ ചോദിക്കത്തില്ല നീ കഴിച്ചോ. അവൾ ചിലപ്പോൾ കിച്ചണിലായിരിക്കാം, നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന് ചോദിക്കത്തില്ല. പക്ഷെ മറ്റേ ആളോട് ചോദിക്കും, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ, കുളിച്ചോ, റെഡിയായോ, ഏത് ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്, നീ സുന്ദരിയായിട്ടാണോ? സ്വന്തം ഭാര്യയെ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി വന്ന് നിന്നാലും ഒരിക്കൽ പോലും ചിലപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ എക്സ്ട്രാ മറൈറ്റലിലെ പുള്ളി പറയും, ഓ നിന്റെ സാരി അടാറ് സാരി അല്ലേ. പക്ഷെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം, ഓ നിന്റെ ആ പ്രൊഫൈൽ പിക്ചർ എന്ത് രസമായിരുന്നു. നമ്മളെപ്പോഴും നമ്മുടെ ലൈഫിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. നമ്മളൊരു കാര്യം തെറ്റാണ് ചെയ്തതെങ്കിൽ സോറി പറയാൻ നമ്മൾ പഠിക്കണം. നമുക്കൊരു കാര്യം ചെയ്ത് തന്നു കഴിഞ്ഞാൽ താങ്ക് യു, ടീച്ചേഴ്സിനോട് മാത്രമല്ല താങ്ക് യു സോറി ഒക്കെ പറയുന്നത്. ഈ മാജിക്കൽ വേർഡ്സ് നമ്മുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. സോറി പറയാൻ ഒരു നാണക്കേടും വിചാരിക്കരുത്. നമ്മുടെ ഭർത്താവല്ലേ, അല്ലേ നമ്മുടെ ഭാര്യയല്ലേ, നമുക്ക് അവരോടല്ലേ നമുക്ക് സോറി പറയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കുറ്റങ്ങളും കുറവുകളും അതേപോലെ മനസ്സിലാക്കുന്നത് വേറെ ആരാ ഉള്ളത്? നമ്മുടെ ഭാര്യയെ പോലെ വേറെ ആരും മനസ്സിലാക്കത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനെ പോലെ വേറെ ആരും മനസ്സിലാക്കത്തില്ല. പക്ഷെ അതിലും എക്സെപ്ഷണൽ കേസ് ഉണ്ട് കേട്ടോ. അതായത് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് എങ്ങനെയെങ്കിലും നിങ്ങൾ ഈ ലൈഫിൽ നിന്ന് അങ്ങ് രക്ഷപ്പെടാൻ നോക്കണം എന്ന് നമ്മൾ പറയാറ്. ഒരു വയലൻസ് നേച്ചറിലോട്ടൊക്കെ തീർച്ചയായിട്ടും. അതായത് ഈ ലഹരി ഉപയോഗമുള്ളവരുടെ ശരിക്കും പറഞ്ഞാൽ അവർക്കൊന്നും സഹിക്കുന്നതിനപ്പുറമാണ്. പിന്നെയും എന്തൊക്കെയോ ഫാക്ടേഴ്സ് കൊണ്ട് അവരെ അവിടെ പിടിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്ട്രാ മറൈറ്റൽ അഫെയർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നൊരു ബെനിഫിറ്റ് ആയിട്ട് നമ്മൾ വിചാരിക്കരുത്. എവിടെയൊക്കെയോ നമ്മളുടെ ജീവിതത്തിൻ്റെ നഷ്ടങ്ങളാണ് ഈ ഒരു എന്ന് പറഞ്ഞ് ഡിവോഴ്സ് കഴിഞ്ഞ് വേറൊരു ലൈഫിലേക്ക് പോയി. അതിന് പ്രശ്നമൊന്നുമില്ല, തീർച്ചയായിട്ടും പ്രോബ്ലം ഇല്ല. കാരണം നമ്മൾ തന്നെ ആയി എന്ന് തോന്നുമ്പോഴത്തേക്ക്, അതായത് അതിനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 വേർഡ്, എലോൺ ആൻഡ് ലോൺലിനെസ്. എനിക്ക് തന്നെ ഇരിക്കണം കുറച്ചു നേരം, ഒന്ന് സമാധാനമായിട്ട്, ഞാൻ മാത്രമായിട്ടുള്ള ഒരു സ്പേസ്. അതിനെ ഞാൻ എലോൺ എന്ന് പറയാൻ ഇഷ്ടപ്പെടും. നമ്മൾ ഇത്രയും പേര് ഇവിടെ ഇരിപ്പുണ്ട്, പക്ഷെ എന്നിട്ടും എനിക്ക് തോന്നുകയാണ് എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല, എനിക്കൊന്നും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് എപ്പോഴും വിഷമം ഫീൽ ചെയ്യുക, എനിക്ക് ആരോടൊന്നും പറയാൻ പറ്റുന്നില്ല, ഇവനൊരു കോൾ വന്നാൽ പോലും എനിക്കത് എടുക്കാൻ പറ്റുന്നില്ല. അതിനെയാണ് ലോൺലിനെസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു
ഏറ്റവും കൂടുതൽ അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അനുഭവിക്കുന്ന ഒന്നാണ് ഈ ലോൺലിനെസ് എന്ന് പറയുന്നത്. അപ്പോൾ ചോദിക്കും, യു ഹാപ്പി ഫാമിലി അല്ലേ, ഹസ്ബൻഡ് നിനക്ക് സ്നേഹം തരുന്നില്ലേ, ഭാര്യ നിനക്ക് എന്ത് കുറവാ തരുന്നത്, ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് നിന്റെ ഈ വീട്ടിൽ നിനക്ക് എന്ത് കുറവാണുള്ളത്, പണത്തിന് പണമില്ലേ, കാറിന് കാറില്ലേ, ആണെങ്കിൽ എന്ത് കുറവ്, മൂവി കാണണമെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ മൂവി കൊണ്ടുവന്നു, ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഫുഡിന് കൊണ്ടുപോകുന്നുണ്ട്, ഡ്രസ്സ് എടുക്കണം. അതല്ല, യു ഗിവ് ഹിം ഓർ ഹെർ സം സ്പേസ്. ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടെന്നുള്ളൊരു തോന്നൽ ക്രിയേറ്റ് ചെയ്താലുണ്ടല്ലോ, അതിലും വലുതായിട്ട് നമ്മുടെ ലൈഫിൽ കിട്ടാനൊന്നുമില്ല. അവിടെ പണം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഫാക്ടറായിട്ടേ വരത്തുള്ളൂ. സാരമില്ല, ഒന്നുമില്ലെങ്കിൽ പോലും സാരമില്ല, നമ്മളിത് കൈകാര്യം ചെയ്യും, ഞാൻ നിനക്കുണ്ടല്ലോ, നീ ഓക്കെ ആണോ, നമ്മൾ ചോദിക്കത്തേ ഇല്ല. നീ ഓക്കെ ആണോ എന്ന് ആരും ചോദിക്കാറില്ല. എല്ലാവരും അവരവരുടെ ലോകത്തായിട്ട് ബിസിയാണ്, ഏറ്റവും കൂടുതൽ ഫോണിലായിരിക്കും. ഞാനത് ചോദിക്കാനായിട്ട് വരുമായിരുന്നു. അടുത്ത എൻ്റെ ക്വസ്റ്റ്യൻ അതിലോട്ടായിരുന്നു. നമ്മൾ കുട്ടികളെ മാത്രം എപ്പോഴും പറയും സ്ക്രീൻ ടൈം. അപ്പം ഞാനിത് ചോദിക്കുന്നതിന് മുമ്പ് ചിരിച്ചത്, ഞാൻ എൻ്റെ വീട്ടിൽ ഞാനിത് പറയും ഇടയ്ക്ക്. കാരണം വെച്ചാൽ കഷ്ടം, പുള്ളി ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഫോൺ കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഞാൻ ഇങ്ങോട്ട് കയറി വരുന്നുടനെ ഫോൺ പിടിച്ചിരിക്കുന്നത്. അപ്പം നമുക്കവിടെ കൊച്ചിനെ ബാത്റൂമിൽ കൊണ്ടുപോകണം, കൊച്ചിന് പിന്നെ യൂണിഫോം ഇടിപ്പിക്കണം, അല്ലെങ്കിൽ ഡ്രസ്സ് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ അത് ചെയ്യണം ഇത് ചെയ്യണം. ഈ ഇരിക്കുമ്പോഴാണ് ഈ ഇദ്ദേഹം ഈ ഫോണും കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാണെന്ന് അന്നേരം തുടങ്ങിയില്ലേ അടി. അവിടെ ഫോണും കൊണ്ട് പിടിച്ചോണ്ട് അവിടെ ഇരുന്നോളം പറഞ്ഞ് തുടങ്ങാം നമ്മൾ. പിന്നെ രൂപവും ഭാവവും ഒക്കെ അങ്ങ് മാറും. അപ്പോൾ ഈ സ്ക്രീൻ ടൈം, അതായത് നമ്മുടെ ആണുങ്ങൾ മിക്കവാറും ഫാമിലീസിൽ വീട്ടിൽ ജോലി കഴിഞ്ഞ് വന്ന് സോഫയിൽ ഒരു ചായയും കുടിച്ച് അവരുടെ മൊബൈലിൽ നോക്കി ന്യൂ അപ്ഡേഷൻസ് എല്ലാം എടുക്കും. അപ്പം ഞാനൊക്കെ കളിയാക്കും, അപ്പോൾ നാളെ യൂട്യൂബിൽ പരീക്ഷയുണ്ട്, ഇത് എത്രയും കണ്ടത് പറഞ്ഞ് കളിയാക്കും. അപ്പം ഇത് ഒരു പരിധി വരെ കുറച്ച് ടൈം നല്ലതാണ്. അപ്പം ഇത് എങ്ങനെയാണ് ഇത് കൺട്രോൾ ചെയ്യേണ്ടത് ഒരു ഫാമിലി സെനാരിയോയിൽ? ഓക്കെ, നമ്മൾ കുഞ്ഞുങ്ങളോട് നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ ഇത്ര സമയത്തിൽ കൂടുതൽ ഫോണിൽ നോക്കിയിരിക്കരുത്. എന്നിട്ട് നമ്മൾ ഈ കുഞ്ഞുങ്ങളോട് പറയുകയും ചെയ്യും, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണ് ഏറ്റവും കൂടുതൽ സ്ക്രീൻസ് യൂസ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും മൊബൈൽ കാണണം, മൊബൈൽ കാണണ്ടെന്ന് നമ്മൾ പറയാൻ പറ്റില്ല. കാരണം അവർ വരുന്ന ജനറേഷൻ AI ടെക്നോളജിയുള്ള ജനറേഷനാണ്. ഒരു മൊബൈൽ കാണാത്ത ഒരു കുഞ്ഞിനോട് നാളെ ഏതെങ്കിലും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഫോണിന്റെ അപ്ഡേറ്റ് വന്നു. എനിക്ക് തോന്നുന്നു ഇന്നത്തെ സ്കൂളുകളിലേക്കാളും കൂടുതൽ ഒരു കുഞ്ഞ് പഠിക്കുന്നത് മൊബൈൽ കണ്ടിട്ടാണ്. അതെ, തീർച്ചയായിട്ടും. എസ്പെഷ്യലി ഇത് ലാംഗ്വേജസ്. അവര് നന്നായിട്ട് ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്കൂളിനേക്കാൾ കൂടുതൽ അവർ കാണുന്ന വീഡിയോസ് ആണ് കൂടുതൽ. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ CBSE കുഞ്ഞുങ്ങൾ അറിയാലോ. ഓക്കെ, അതുപോലെ ഹിന്ദി നന്നായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് സ്കൂളിനേക്കാൾ കൂടുതൽ അവർക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? അതുപോലെ ഗ്രാമർ ഇല്ല, ഇതില്ല, പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ. ആബ്സല്യൂട്ട്ലി. അപ്പോൾ നമുക്ക് ഒരിക്കലും നമ്മുടെ കുഞ്ഞിനെ മൊബൈൽ നിങ്ങൾ ഉപയോഗിക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ TV കാണരുത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവർക്ക് ലോഡ്സ് ആൻഡ് ലോഡ്സ് ഓഫ് ഇൻഫർമേഷൻ അവർക്ക് കിട്ടുന്നത് എവിടെ നിന്നിട്ടാ? ഈ മൊബൈലിൽ നിന്നും TV-യിൽ നിന്നും ഒക്കെയാണ്. പക്ഷെ ടൈം ലിമിറ്റ് ചെയ്യുക. അവര് കാണുന്ന കണ്ടന്റ് നല്ലതാണോ ഇല്ലയോ എന്ന് നോക്കുക. ചില ആണെങ്കിൽ യൂട്യൂബ് ക്രിയേറ്റേഴ്സ്, എല്ലാ യൂട്യൂബ് ക്രിയേറ്റേഴ്സും നല്ലതാണ് കേട്ടോ. പക്ഷെ ചില ക്രിയേറ്റേഴ്സ് നമുക്ക് തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് വൈബ് കുഞ്ഞുങ്ങളിലുണ്ടാകും. അതായത് ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ മാത്രമാണ് എനിക്ക് എന്തോ ലഭിക്കുന്നത്. അതെ, അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞ് രണ്ടിന് ഭർത്താവ് ഭാര്യ അടിക്കുന്ന സീൻ കാണിക്കും. തീർച്ചയായിട്ടും അതൊക്കെ ഒരു നെഗറ്റീവ് വൈബ്സ് കുഞ്ഞുങ്ങളിലുണ്ടാകും. നമ്മൾ കുറച്ചുകൂടെ മെച്യൂർഡായി നമുക്കറിയാം കണ്ടന്റ്സ് ഇതാണ്. പിന്നെ നമ്മൾ എന്താ ഇവിടെ പ്രശ്നം വരുന്നതെന്ന് അറിയാം. നമ്മൾ രാവിലെ തൊട്ട് ഈ രാത്രി വരെ ജോലി ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരമായിരിക്കും ഈ ഫോണിന്റെ മുന്നിൽ ഒന്ന് ഇരിക്കുന്നത്. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് 24 മണിക്കൂർ ഫോണും കണ്ടോണ്ട് അവിടെ ഇരുന്നോ. അപ്പൊ നമ്മൾ ഈ ചെയ്ത ജോലിയും ഇതൊക്കെ ഇവരങ്ങ് മറക്കും. അതേപോലെ തന്നെയാണ് തിരിച്ചു വന്നാലോചിച്ച് നോക്കിയേ, അവരവരുടെ വർക്ക് കഴിഞ്ഞ് ക്ഷീണിച്ചിട്ടായിരിക്കും വന്ന് അവിടെ ഇരുന്നിട്ട് ചിലപ്പോ ഭർത്താവ് കേൾക്കുകയാണെങ്കിൽ പുള്ളി ഒന്ന് ഒരു യൂട്യൂബിൽ ഒന്ന് കാണുമ്പോഴത്തേക്കായിരിക്കും നമ്മുടെ ഫ്രസ്ട്രേഷൻ ആണ്. പിന്നെ രണ്ടാമത്തെ ഒരു കേസ് ഉണ്ട്, അതായത് ഒന്നിനും ഹെൽപ്പ് ചെയ്യാതെ വൈഫ് മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്ത് അവര് ഫോണിൽ തന്നെ ഇരിക്കുന്നവരുണ്ട്. പക്ഷെ അപ്പോഴും ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഹെൽപ്പ് എടുക്കേണ്ടടുത്ത് നമ്മൾ ഹെൽപ്പ് എടുക്കണം. പക്ഷെ അതിന് ചിലപ്പോൾ എല്ലാവരും അതായത് ഇപ്പം ശരി ഞാനത് ഹെൽപ്പ് പോയി എടുക്കാം, എനിക്ക് ഇച്ചിരി അഡിക്ഷൻ കൂടുന്നുണ്ടോ. നമ്മളിപ്പോൾ ഫോൺസ് കൂടുതൽ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മെമ്മറിയിൽ പ്രശ്നം വരും, നമ്മുടെ കാഴ്ചയ്ക്ക് പ്രശ്നം വരും, നമ്മുടെ നെക്കിന് പ്രശ്നം വരും അല്ലേ. നമ്മളിങ്ങനെ ഇരുന്ന് കാണുമല്ലേ,
നമ്മുടെ നെക്കിന് തീർച്ചയായിട്ടും പ്രശ്നം വരും, നമ്മുടെ വിഷൻ പ്രശ്നം വരും. അതിനേക്കാൾ ഉപരി നമ്മുടെ കോൺസെൻട്രേഷൻ, നമ്മുടെ ഫോക്കസ് കുറയും. അതായത് നമ്മൾ ഈ റീൽസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിലുള്ള ഡോപ്പമിൻ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളിത് കണ്ടു കഴിഞ്ഞ് കാണുന്ന സമയത്ത് നമ്മൾ ഡോപ്പമിൻ ഇങ്ങനെ, അതായത് ഹാപ്പി ഹോർമോൺ ആണ് ഡോപ്പമിൻ, ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇതങ്ങോട്ട് മാറ്റി വെച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്യാതെ വരും. അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് എവിടെയാണ്? എനിക്ക് എൻ്റെ ഭാര്യയോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഹാപ്പി ആവുന്നത് ഞാൻ എവിടെയാണ്? അപ്പൊ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യാനായിട്ട് തുടങ്ങും. ഈ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ലൈഫ് ഇങ്ങനെ കണ്ണകലുമ്പം മനസ്സകലുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഫോണിലേക്ക് നമ്മൾ ചുരുങ്ങുമ്പം നമ്മുടെ ഫാമിലിയിൽ നിന്ന് നമ്മൾ അകലാൻ തുടങ്ങും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട സ്പേസ് നമ്മൾ കൊടുക്കണം. അവർ തീർച്ചയായിട്ടും ഒരു അപ്പൻ എന്നുള്ള രീതി അല്ല അമ്മ എന്നുള്ള രീതിയിൽ നമ്മൾ പലപ്പോഴും അവർ ആഗ്രഹിക്കും. പക്ഷെ നമുക്ക് കൊടുക്കാനുള്ള സമയം നമുക്ക് കിട്ടുന്നില്ല. കാരണം നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആണ്. നമുക്ക് കുഞ്ഞുങ്ങളോട് കുറേ നല്ലതായിട്ട് സംസാരിക്കണമെന്നുണ്ട്. പക്ഷെ അപ്പോഴത്തേക്ക് അവരെന്തെങ്കിലും ചെറിയ കുറ്റങ്ങൾ കാണിക്കുമ്പോഴും നമ്മൾ ദേഷ്യപ്പെടാൻ തുടങ്ങും. അമിത ദേഷ്യം ചിലപ്പം കാണിച്ചെന്നിരിക്കും. ഇതെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റണം. അപ്പം സ്ക്രീൻസ് വേണ്ട എന്നല്ല, പക്ഷെ അതിനൊരു വേർ ടു ലിമിറ്റ് എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മൾ തന്നെ ചിന്തിച്ചാൽ മാത്രമേ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റൂ. ചിലപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കണ്ട് നമുക്ക് അവിടെ നമുക്ക് നിർത്താൻ പറ്റാതെ വരും. അതായത് നമ്മളെ അഡിക്ഷനിൽ നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കണ്ണടച്ച് ഫോണിലേക്കാണോ തപ്പുന്നത്, അപ്പോൾ തന്നെ നിങ്ങൾ സ്ക്രോൾ ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറുതായിട്ടൊരു അഡിക്ഷനിലേക്ക് നീങ്ങുകയാണ്. നമ്മളിപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നു, അപ്പോഴും എൻ്റെ ഫോൺ എവിടെയായിരിക്കും? എനിക്ക് മെസ്സേജ് വന്നോ? അതായത് ലോഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ മൈ മൈൻഡാ. അയ്യോ എനിക്ക് ഫോൺ വന്നു കാണുമോ? ആരെങ്കിലും മെസ്സേജ് അയച്ചു കാണുമോ? എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് വന്നു കാണുമോ? അതായത് ഞാനിവിടെ ഇരിക്കുകയാണെങ്കിലും എനിക്ക് മനസ്സവിടെയാണ്. അതായത് ചെറിയ അഡിക്ഷനിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടടുത്ത് നമ്മൾ കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ. അത് ഏതൊരു അഡിക്ഷൻ ആയാലും കേട്ടോ, അത് സ്ക്രീൻസ് എന്നല്ല, ഏതൊരു അഡിക്ഷൻ ആയാലും. ഇപ്പൊ ഗെയിമിൽ അഡിക്ഷൻ ആയിട്ടുള്ളവരുണ്ട്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം പെർട്ടിക്കുലർ ഗെയിം കളിക്കുന്നവരുണ്ട്, നമ്മുടെ അവിടെ കൊണ്ടുവരാറുണ്ട്. അപ്പം അവർ പറയുന്നത് ഇത് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അമ്മ ഫോൺ മാറ്റി വെച്ചതുകൊണ്ട് തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ ഡോപ്പമിൻ ഇൻക്രീസ് ചെയ്തോണ്ടിരിക്കല്ലേ. അമ്മ ഫോൺ മാറ്റി വെച്ചതിന് അമ്മയെ 2 ഇടി കൊടുത്തിട്ട് വരുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ഫോൺ എടുത്ത്, അതായത് ഇങ്ങനെ കണ്ടിന്യൂസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വൈഫ് എന്ത് ചെയ്തു? ഹസ്ബൻഡിന്റെ ഫോൺ എടുത്ത് മാറ്റി. ബാത്റൂമിൽ പോകുമ്പോൾ പോലും ഫോണും കൊണ്ട് പോകുന്നവര്. അതായത് നമ്മൾ എവിടെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്, എവിടെയാണ് നമ്മൾ ലിമിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ ഇതിലെല്ലാം ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഒളിച്ചോടരുത്. അപ്പം നമുക്ക് എങ്ങനെ നമ്മൾ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഒളിച്ചോടാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കൊരു ബ്യൂട്ടിഫുൾ ലൈഫ് കിട്ടുന്നത് നമ്മൾ ഒരിക്കലും പറ്റത്തില്ല. 1000 മോട്ടിവേഷണൽ സ്റ്റോറി നമ്മൾ കേട്ടിട്ട് നമ്മൾ വിചാരിക്കും, ഓഹോ ഞാൻ ഇന്ന് അങ്ങ് നേരെയാവും. പറ്റില്ല. നമ്മൾ 1000 മോട്ടിവേഷണൽ സ്റ്റോറി കേട്ടായിരിക്കും, അല്ലെ 10 പേരുടെ ഫാമിലി നമ്മൾ അനലൈസ് ചെയ്ത് ഇതുപോലെ ആകണം. നമ്മളെപ്പോഴും മീഡിയ ഫോക്കസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ശ്രദ്ധിക്കത്തുള്ളൂ. അവർ BMW വരുന്നു, അല്ലെ ഡിഫൻഡറിൽ വരുന്നു, എനിക്കതുപോലെ ആവാൻ പറ്റില്ലല്ലോ. യു ജസ്റ്റ് ഫോക്കസ്ഡ് ഇൻ യുവർ സെൽഫ്. നമ്മളിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഈ മീഡിയ ഫോക്കസ് അല്ലെ മീഡിയയിൽ നമ്മൾ കാണുന്ന ആൾക്കാർ ചിലപ്പം നമ്മൾ ഈ കാണുന്ന പോലുള്ള സന്തോഷമൊന്നും ആയിരിക്കത്തില്ല അവരുടെ ഫാമിലിയിൽ. മറ്റേ അയലത്തെ അദ്ദേഹം മൂവിയില്ലേ, നമ്മുടെ ഫാമിലിയാണ് ഏറ്റവും നല്ലതെന്ന് നമ്മൾ വിചാരിക്കണം. അവിടെ എന്ത് ബേസ് കൊടുത്താലാണ് എൻ്റെ ഫാമിലിയെ എനിക്ക് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതെന്നാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്. ഞാനിവിടെ കിടന്ന് അടി ബഹളം ഉണ്ടാക്കിയിട്ട് ഞാൻ അപ്പുറത്തെ ഫാമിലി നല്ലതാണെന്ന് പറയുന്നതാണോ, എൻ്റെ ഫാമിലി എനിക്ക് എങ്ങനെ ബ്യൂട്ടിഫുൾ ആക്കാം എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ. അതുപോലെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു കാര്യം, ഒരുപാട് സോഷ്യലൈസിങ് കൂടുതലാണ്. അതുപോലെ തന്നെ സ്ത്രീകൾ കുറെ മുന്നോട്ട് വന്നു. അതായത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഈ മീ ടൈം അല്ലെങ്കിൽ മൈ സ്പേസ് എന്നൊക്കെയുള്ള ഈ ഒരു ടെർമിനോളജി കുറേയൊക്കെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സ്ത്രീകൾ ശ്രമിക്കുന്നുണ്ട് ത്രൂ സോളോ ട്രിപ്സ് അല്ലെങ്കിൽ ഇതുപോലുള്ള തനിച്ചുള്ള യാത്രകൾ.
അപ്പൊ ഇതൊക്കെ ശരിക്കും ആവശ്യമുള്ള കാര്യങ്ങളാണോ? അതായത് പണ്ടുള്ളത് അടിച്ചമർത്തി ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞിട്ടും സ്ത്രീകൾ അധികം എക്സ്പ്രഷൻ ഇല്ല, ഭർത്താവ് എന്ത് പറയുന്നു, പത്തടി മാറി നിന്ന് ബഹുമാനത്തോടെ നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി. ഇപ്പൊ സ്ത്രീകൾ അവനവന്റെ കാലിൽ നിന്ന് തീരുമാനങ്ങൾ പറയാനും, സ്ത്രീക്ക് അവളുടെ ശബ്ദം ഉയർത്താനും തീരുമാനങ്ങൾ പറയാനുമുള്ള ഒരു സ്റ്റബേൺനെസ് ഇപ്പം സ്ത്രീകൾക്കുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഈ ഒരു മീ ടൈം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സോളോ ട്രിപ്പുകൾ പോകുന്നു. അതിനോട് എങ്ങനെയാണ് അജ്നിക്ക് കമന്റ് പറയാനുള്ളത്? അതായത് പണ്ട് നോക്കി ഇപ്പൊ അങ്ങനെയല്ല. അതെ, എടാ അല്ലെ പേര് പല ഇവൻ ഇൻക്ലൂഡിങ് പബ്ലിക് ആയിട്ട് തന്നെയുള്ള റീൽസിൽ കണ്ടിട്ടില്ല. എടാ എന്ന് പറഞ്ഞ അവരുടെ സ്നേഹവും ബഹുമാനവും ഒന്നും അവിടെ നഷ്ടപ്പെട്ടു പോവല്ല. ഒരു പേര് വിളിച്ചു എന്ന് കരുതി അവരുടെ സ്നേഹവും ബഹുമാനവും ഒന്നും നഷ്ടപ്പെട്ടു പോവല്ല. അതിനെ അജ്നി സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? എടാ എടി എന്നാണ്. അതെ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ചും കൂടെ ഞാൻ ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടില്ലായിരിക്കും. എനിക്ക് എൻ്റെ ഹസ്ബൻഡ് എന്നെക്കാളി 1 വയസ്സ് മൂത്തതേ ഉള്ളൂ. പക്ഷെ എനിക്ക് അച്ചാച്ചാന്ന് വിളിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കംഫർട്ട്, ചിലപ്പോൾ പേര് വിളിക്കുമ്പോൾ ഞാൻ വേറെ ആരെയോ വിളിക്കുന്നത് പോലെ, ഞാൻ ഇതുവരെ അങ്ങനെ പേര് വിളിച്ചിട്ടില്ല. പേര് വിളിക്കുമ്പോൾ നമുക്ക് വേറെ ആരെയോ വിളിക്കുന്ന പോലെ ഒരു ഫീലിംഗ്. പക്ഷെ എന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയും കേട്ടോ, എന്നെ എവിടെ നിൽക്കാൻ സമ്മതിക്കത്തില്ല, കൊച്ചാച്ച അച്ചാച്ചാന്ന് വിളിച്ചുകൊണ്ടേ ഇരിക്കാം. പക്ഷെ ഞാൻ അവിടെ കാണുന്ന ഒരു കംഫർട്ട് സോൺ ഉണ്ട്. അതായത് നമുക്ക് ആരോ ഉണ്ടെന്നുള്ളൊരു തോന്നലാണ് നമ്മൾ ആ വിളിയിലൂടെ നമ്മൾ വിളിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് എനിക്ക് കുറച്ചുകൂടെ സ്നേഹം, കുറച്ചുകൂടെ റെസ്പെക്റ്റ്, അതായത് നമ്മളുടെ ആണെന്നുള്ള ഒരു തോന്നൽ. എന്ന് പറഞ്ഞ് എടാന്ന് വിളിച്ചാലും എടീന്ന് വിളിച്ചാലും അവിടെ റെസ്പെക്റ്റ് ഒന്നും ഇല്ലാതാവുന്ന. സോളോ ട്രിപ്പാണ് ചോദ്യമെങ്കിലും ഞാൻ ഇതിൻ്റെ അടുത്ത് ഇത് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ച ഒരു ചോദ്യമല്ല, പക്ഷെ ഒരു ട്രാൻസിറ്റിൽ കയറി വന്ന ചോദ്യമാണ്. അതായത് ഈ പറഞ്ഞ പോലെ പല റീൽസിലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ തന്നെ വീട്ടിലിരുന്ന് പറയും ഇതെന്താണ് ഇങ്ങനെ. കാരണം അവരുടെ കുട്ടികളും നാളെ ഒരു കാലത്ത് ഭർത്താവിനെ അമ്മ അല്ലെങ്കിൽ അപ്പനെ അമ്മ വിളിക്കുന്നത് എടാ എന്ന് വിളിച്ചു കേൾക്കുമ്പം അവരെങ്ങനെയാണ് അപ്പ അമ്മ എന്ന് വിളിക്കുന്നത്, അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സും അതും കൂടെ അതിനകത്ത് പോകത്തില്ലേ? അതായത് നീതു, നമ്മൾ അവരുടെ കാഴ്ചപ്പാടിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. എല്ലാ മനുഷ്യന്റെയും ചിന്താഗതി എന്താ, ഞാൻ ചിന്തിക്കുന്നത് പോലെ തന്നെ നീതു ചിന്തിക്കണം, ഞാൻ വിളിക്കുന്നത് പോലെ തന്നെ നീതു. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന സമയത്ത് ഞാൻ പരീക്ഷയ്ക്ക് ഫസ്റ്റ് ആയിരുന്നു, എന്റെ മോൻ ഫസ്റ്റ് ആവാൻ പറ്റിയില്ലെങ്കിലും ഞാൻ വിചാരിക്കുകയാണ് അവൻ അതേപോലെ തന്നെ ആവണം. ഞാൻ വീട് നീറ്റാക്കിയിട്ടത് ഈ പ്രായത്തിലാണ്, ഞാൻ വീട് നീറ്റാക്കിയിട്ടത് എന്റെ കുഞ്ഞിലെ ഞാൻ എങ്ങനെയായിരുന്നു എന്ന് എന്റെ അമ്മയോട് ചോദിക്കണം അല്ലേ, നമ്മൾ ചെറിയ പ്രായത്തില്. അപ്പം പക്ഷെ നമ്മുടെ ചിന്താഗതിയോ, ഞാൻ ചിന്തിക്കുന്നത് പോലെ തന്നെ എൻ്റെ പിള്ളേര് ബിഹേവ് ചെയ്യണം, ഞാൻ ചിന്തിക്കുന്നത് പോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ബിഹേവ് ചെയ്യണം. അങ്ങനെയല്ല. അതിനാണ് സ്പേസിന്റെ പ്രാധാന്യം. നമ്മൾ അവർക്ക് കൊടുക്കുന്ന സ്പേസ് അവർക്ക് കൊടുക്കണം. ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ ഡിവോഴ്സ് കേസിലിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഭയങ്കര സംഭവങ്ങളൊക്കെ വരും കേട്ടോ. എന്നോടൊരു കുട്ടി പറയാണ്, അവള് പറയാ, എനിക്കാണെങ്കിലോ പുള്ളിയുടെ ഫോണൊന്നും എടുത്ത് നോക്കിയില്ല, എനിക്ക് പറ്റുന്നില്ല, എനിക്കറിയാം അതിലൊന്നും ഇല്ലെന്ന്, പക്ഷെ നോക്കണം. എന്നിട്ട് അവള് പറയാം, എന്നെ തെറാപ്പി ചെയ്തിട്ടായാലും എന്തായാലും എനിക്കറിയാം എൻ്റെ പുള്ളി നല്ലതാണ്, ഒന്നും പോയിട്ടില്ല എന്നറിയാം, പക്ഷെ എന്നാലും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, എവിടെയോ ഒരു സംശയമല്ല. നമ്മൾ അവർക്ക് കൊടുക്കേണ്ട സ്പേസ് നമ്മൾ അവർക്ക് കൊടുക്കുക തന്നെ വേണം. എപ്പോഴും നമുക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. ഓഫ് കോഴ്സ് അത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് തീർച്ചയായിട്ടും ഉണ്ടാകും. അത് തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളും എപ്പോഴും ഫോണിലാണെങ്കിൽ അവർക്കും ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. ചിലപ്പോൾ അവർ നേരിട്ട് പറയണം എന്നില്ല, നമ്മൾ സ്ത്രീകളോ നേരിട്ട് അങ്ങ് പറയും. നമ്മുടെ ആ വാക്കുകളിലെ പ്രശ്നമാണ്. ഇപ്പം നമ്മൾ പറയാം, ആ ഫോണൊന്ന് വെച്ചിട്ട് എൻ്റെ കൂടെ കുറച്ച് നേരം സംസാരിക്കാമോ എന്ന്. 24 മണിക്കൂർ ഫോൺ, ഇതേതവളോട് സംസാരിച്ചോണ്ടിരിക്കുക, ആ ടോണിനൊരു വ്യത്യാസം വന്നു അല്ലേ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, സമാധാനം നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്, സന്തോഷം നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ ആ മീ ടൈമിൽ വരുന്ന ഒന്നാണ് സോളോ ട്രിപ്പ്. ഇപ്പം ഇഷ്ടം പോലെ പാക്കേജസ് ഉണ്ട്, ഗേൾസ് ഒള്ളി ട്രിപ്പ് അല്ലേ, അല്ലെ പുരുഷന്മാർക്കുള്ള ഇഷ്ടം പോലെ പോകുന്നുണ്ട്. അങ്ങനെ നമുക്ക് അവിടെ ഒരു കംഫർട്ടബിൾ സ്പേസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ, അല്ലെ എനിക്ക് അവിടെ പോയാൽ സന്തോഷമുണ്ടാകും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പോകാൻ മടിക്കരുത്. പക്ഷേ സോളോ ട്രിപ്പ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ട്രിപ്പിന് പോയിട്ടും 24 മണിക്കൂർ ഭർത്താവിനെ മോള് കഴിച്ചായിരുന്നോ, മോൻ കഴിച്ചായിരുന്നോ, മോൻ ഉറങ്ങിയായിരുന്നോ, അപ്പൊ ആ സോളോ ട്രിപ്പ് പോയിട്ട് കാര്യമില്ല. നമ്മൾ നമുക്ക് വേണ്ടി ഒരു സ്പേസ് കണ്ടെത്തി നമ്മൾ അവിടേക്ക് ഒരു ട്രിപ്പ് പോയി നമുക്ക് കുറച്ചു നേരം നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ
അവിടെയാണ് സോളോ ട്രിപ്പിന്റെ പ്രാധാന്യം. അല്ലാതെ 24 മണിക്കൂറും അവരെ വിളിച്ച് അവരെയും കഷ്ടപ്പെട്ട് നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് അവർക്ക് സമാധാനമാണ്. അപ്പം നമ്മൾ അവരെയും ബുദ്ധിമുട്ടിച്ചിരിക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു മീ ടൈം അല്ല കിട്ടുന്നത്. അവിടെ നമ്മൾ റെസ്പോൺസിബിലിറ്റിയുടെ സ്ട്രഗിള് നമ്മൾ ആദ്യം കൊണ്ടെത്തിക്കുക ചെയ്യുന്നത്. അപ്പം മീ ടൈം ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനൊരു പെർട്ടിക്കുലർ ടൈം കണ്ടെത്തണം. ഇനി പെർട്ടിക്കുലർ ടൈം കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ പോലും പാട്ട് പാടാൻ ഇഷ്ടമാണോ, കിച്ചണിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഒരുപാടല്ലോ, ഒരു ഗൂഗിൾ അസിസ്റ്റന്റോ ഒരു മൊബൈലോ എന്തെങ്കിലും വേണം, നിങ്ങൾ പാട്ട് കേൾക്കുക, ആരും വന്ന് നമ്മളോട് പറയത്തില്ല. ചിലപ്പോൾ പറയായിരിക്കും നീ വോളിയം വെച്ചിട്ട് കുറച്ച് വെക്കാന്ന്, അല്ലെങ്കിൽ ഒരു കേൾക്കണ്ടെന്ന് ആരും അങ്ങനെ പറയില്ല. അല്ലെങ്കിൽ ഹെഡ്സെറ്റ് വെച്ചോ, ആരും കേൾക്കണ്ടല്ലോ. പക്ഷെ ഒരു ഹെഡ്സെറ്റ് വെക്കാൻ പാടുള്ളൂ, നമ്മളെ വിളിക്കുമ്പോൾ കേൾക്കണോ, അല്ലെങ്കിൽ പിന്നെ അടുത്ത പ്രശ്നം വരും. അപ്പം അല്ല, വരയ്ക്കാൻ ഇഷ്ടമാണെങ്കിൽ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടിട്ട് നമുക്ക് വരയ്ക്കാൻ, വീട്ടമ്മമാരാണെങ്കിൽ വരയ്ക്കാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തണം. അപ്പോൾ ഓരോന്നും ഓരോ ഓർഡർ അനുസരിച്ച് ചെയ്താൽ നമ്മുടെ ലൈഫിൽ ഇഷ്ടം പോലെ സമയം, എല്ലാത്തിനും സമയമുണ്ട്. നമ്മൾ ചിന്തിക്കുകയാണ് എനിക്ക് സമയമില്ലേ, എനിക്ക് പ്രശ്നമാണ്, എപ്പോഴും പ്രശ്നമാണ് നിങ്ങളോട് പറഞ്ഞു വെക്കുമ്പോൾ നമ്മൾ പിന്നെ കാണുന്നതും കേൾക്കുന്നതും വിളിക്കുന്നതും എല്ലാം പ്രശ്നങ്ങളായിരിക്കും. പക്ഷെ ഞാൻ ഓക്കെയാണ്. നമ്മൾ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനെ കണ്ടിട്ടില്ല, നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴത്തേക്ക് എല്ലാവരും പറയും, കണ്ണാടി നോക്കിയിട്ട് പറഞ്ഞു നീ ഓക്കെയാണ്, ഞാൻ ഇന്ന് എന്തൊരു കോൺഫിഡൻ്റ് ആണ്, ഓ ഇന്ന് നീ വെയർ ചെയ്തേക്കുന്ന ഡ്രസ്സ് എന്ത് ബ്യൂട്ടിഫുൾ ആണ്, പൊട്ട കുറച്ചും കൂടെ ബ്ലൂ കളറാണെങ്കിൽ അടിപൊളിയായിരുന്നു. അത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് മാത്രമേ പറ്റുള്ളൂ. നമ്മുടെ മൈൻഡിൻ്റെ മാസ്റ്റർ നമ്മളാണ്. ഞാൻ വിചാരിക്കണം ഞാൻ സുന്ദരിയായിട്ട് നടക്കണമെങ്കിൽ പാർലറിൽ പോയാൽ മാത്രമേ നമ്മൾ സുന്ദരിയാകൂ എന്നൊന്നും വിചാരിക്കരുത്. നമ്മൾ തന്നെ വീട്ടിൽ നല്ല വൃത്തിയായിട്ട് രാവിലെ ചിലരൊക്കെ എന്നോട് പറയുന്നുണ്ട്, ഓ രാവിലെ എണീക്കുമ്പോൾ ഒന്നും ചെയ്യാൻ തോന്നില്ല. അങ്ങനെയല്ല, രാവിലെ എണീറ്റ് കുളിച്ച് നല്ല, അപ്പം നമ്മളെ കാണുമ്പോൾ തന്നെ രണ്ടാമതൊരാൾക്ക് ഓ എന്തൊരു ബ്യൂട്ടിഫുൾ ഫേസ് ആണ് അവളെ കണ്ട് എഴുന്നേക്കാൻ എന്തൊരു, എന്നോട് ചിലർ പറയും, ഡിവേഴ്സ് ആയിട്ട് പോലും ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കപ്പിളാണ്. ആ പയ്യൻ എന്നോട് പറയാണ്, ഞാൻ ഡിവേഴ്സ് ഒക്കെ ആയി, പക്ഷെ മാഡം എനിക്ക് അവളെ കണ്ട് എഴുന്നേക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവളെപ്പോഴും പ്ലസന്റ് ഫേസാണ്. ദേഷ്യപ്പെടുമ്പോൾ ഭദ്രകാളിയാണെങ്കിൽ പോലും അവളെ എഴുന്നേക്കുമ്പോൾ അവൾ കൊടുക്കുന്ന ഒരു ഫേസ് ഉണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പം നമ്മളാണ്, നമുക്ക് എന്തെങ്കിലും നമുക്ക് മീ ടൈം വേണോ, ലവ് യുവർ സെൽഫ്. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴുണ്ടല്ലോ ഈ സമയമൊക്കെ നമുക്ക് കിട്ടും. നമ്മൾ ആർക്കോ വേണ്ടി ജീവിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് സമയമില്ല. യു ജസ്റ്റ് ലവ് യുവർ സെൽഫ്. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക, നന്നായിട്ട് മുടി ചെയ്യുക, നന്നായിട്ട് കണ്ണെഴുതണമെന്ന് തോന്നുന്നുണ്ടോ ചെയ്യുക, പൊട്ടുതൊട്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് കുറച്ച് സംസാരിക്കാൻ തോന്നുന്നുണ്ടോ സംസാരിക്കുക. ഇപ്പം യു ഹാവ് ലോഡ്സ് ഓഫ് തിങ്. നമ്മൾ അതുപോലുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളാണ് ശരിക്കും ഒരു ഒബ്സ്റ്റക്കിളായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്നല്ല, ഒരു ദിസ് ഈസ് ആക്ച്വലി ഫോർ പബ്ലിക്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് ഒരു ഫാമിലി ആൻഡ് മാരേജ് കൗൺസിലിംഗ് എന്നുള്ള നിലയ്ക്ക്, ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഒരു പബ്ലിക്കിന്, അതായത് ഒരു ഫാമിലി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ ഒരു ഷോർട്ട് മെസ്സേജ് എന്താണ് അജിനിക്ക് കൊടുക്കാനുള്ളത്? എനിക്ക് തോന്നുന്നു 4ാമത്തെ 5ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ സംസാരിച്ചു പറഞ്ഞു. ഒരു തിയറി അല്ല നമ്മുടെ ഫാമിലി. നമ്മൾ വരയ്ക്കുന്ന പിക്ചർ, ഞാൻ വരയ്ക്കുന്ന പിക്ചർ പോലെ ആയിരിക്കില്ല നീതു വരയ്ക്കുന്ന പിക്ചർ. അതെ, നീതുവിന് അത് എത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് വരയ്ക്കാമോ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് വരയ്ക്കണം. ഞാൻ വരയ്ക്കുന്ന പിക്ചർ എനിക്ക് എത്രയും ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുമോ അതേപോലെ ഞാൻ ചെയ്യണം. ഇപ്പോൾ നമുക്ക് പറയുന്ന ഫാക്ടേഴ്സ്, ട്രസ്റ്റ് വേണം, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വേണം, അല്ലെങ്കിൽ ഫിസിക്കൽ ബോണ്ട് വേണം, നിങ്ങളുടേതായ സമയം കണ്ടെത്തണം. നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ, നമ്മുടെ ലൈഫിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് എന്താണെന്നറിയാം? 2 ഗിഫ്റ്റാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഒന്ന്, ഒരു പുഞ്ചിരി. ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് നീതുവിനെ ഒന്ന് ചിരിച്ച് കാണിക്കുമ്പോൾ ആദ്യ ദിവസം ചിലപ്പോൾ നീതു ചിരിക്കണമെന്നില്ല, പക്ഷെ 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസം നീതുവിന് ഒരു ചിരി വരും. ഇറ്റ്സ് എ പോസിറ്റീവ് ഫാക്ടർ. 2ാമത് സമയം. ഒരു ഫാമിലി ലൈഫിൽ, ഒരു നല്ല ഫാമിലി ലൈഫ് വേണമെങ്കിൽ സമയം നമ്മൾ കൊടുക്കണം. ഞാനിപ്പം നീതുവിന് വേണ്ടി മാറ്റി വെച്ചേക്കുന്ന സമയമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ്. ഒരു മനുഷ്യന് ബിസി ആയിട്ട് നിൽക്കാൻ പറ്റും. ഞാൻ എവിടെയോ ഒരു റീൽസ് കണ്ടതാണ്, ശരിയാണ്. നമുക്ക് ഒരു കോളും എടുക്കാതെ ആരെയും മൈൻഡ് ചെയ്യാതെ നമുക്ക് ബിസി ആക്കി വെക്കാൻ പറ്റും, പക്ഷെ നമുക്കവിടെ ടൈം കൊടുക്കാനും പറ്റും, അല്ലേ? അപ്പം നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നല്ലതാവണമെങ്കിൽ നമ്മൾ സമയം കൊടുക്കണം. ചിലപ്പം നല്ലൊരു സമയത്തിലായിരിക്കും നമ്മുടെ ലൈഫ്
നല്ലൊരു പിക്ചറായിട്ട് മാറുന്നത്. തിയറി അല്ല ലൈഫ്, നമ്മൾ എങ്ങനെ അതിനെ കൊണ്ടുപോകുന്നു എന്നുള്ളതിലാണ്. നമ്മളുടെ ലൈഫ് നമ്മൾ തന്നെ ബ്യൂട്ടിഫുള്ളായിട്ട്, എത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് വരയ്ക്കാമോ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് വരയ്ക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഡിസ്കഷൻ്റെ സാരാംശം. അതെ, എന്തായാലും 1 മണിക്കൂറിലധികം വളരെ കാഷ്വലായിട്ടും വളരെ ഇഫക്റ്റീവായിട്ടും സൈക്കോളജി അല്ലെങ്കിൽ നമ്മുടെ റെഗുലർ ഞാനിവിടെ ഇരിക്കുന്ന ഒരു ലേമാനായിട്ടാണ്, അതായത് ഒരു സാധാരണ കുടുംബത്തിലെ ഒരു സ്ത്രീ ആയിട്ടാണ് ഞാനിന്ന് ഇൻ്റർവ്യൂ ചെയ്യാനായിട്ടിരിക്കുന്നത്. പക്ഷേ എനിക്കും കുറേ സംശയങ്ങളുണ്ടായിരുന്നു, എനിക്കും കുറേ ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. ആ ക്ലാരിറ്റി കുറവിനൊക്കെ ഒരു ഇത്രയും നേരം നമ്മളോട് ഇരുന്ന് തന്ന അജിനി ഫിലിപ്പ് കോശിക്ക് സ്പാർക്ക് ടോക്സിന്റെ വക നമസ്കാരം. നന്ദി, നമസ്കാരം. ക്വസ്റ്റ്യൻസ് എല്ലാം നല്ലതായിരുന്നു നീതു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.